രോമാ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അത് പ്രേക്ഷകർക്ക് വളരെ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജു മാത്യു മധ്യപ്രദേശില് ഭോപ്പാലിൽ പാർത്തുകൊണ്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ദൈവം തന്നെ നടത്തിയതായ അസാധാരണമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജു മാത്യു അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് രാജു മാത്യു. ഞാനിപ്പോൾ മധ്യപ്രദേശിലെ ഭോപ്പാൽ പട്ടണത്തിൽ കൽപ്പന നഗർ എന്ന സ്ഥലത്ത് ഞാനിപ്പോൾ താമസിക്കുന്നു. എൻ്റെ ഭാര്യ മിനി, ഞങ്ങൾക്ക് 2 ആമക്കളാണ്. ഞങ്ങൾ കുടുംബമായി ഭോപ്പാലിൻ്റെ പ്രദേശത്ത് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം എന്ന സംഘടനത്ത് സുവിശേഷപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്രകാരം സാക്ഷ്യം പറയുവാനായി നല്ല മുഖാന്തരം ലഭിച്ചത് പാസ്റ്റർ ഡാനിയൽ ജോൺ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും പാസ്റ്റർ ഡാനിയൽ ജോണിന് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ സ്ഥാപകനായ PG അങ്കിൾ അവറുകൾ തന്നോട് ശുപാർശ ചെയ്തതനുസരിച്ച് എനിക്ക് ഇപ്രകാരം എൻ്റെ ജീവിത അനുഭവം പങ്കുവെക്കുവാനായിട്ട് ഇങ്ങനൊരു വേദി അരോമ TV-യിലൂടെ ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ പല ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും സാക്ഷ്യങ്ങൾ അരോമ TV-യിലൂടെ കാണുവാൻ എനിക്കിടയായി. ഞാനത് കേൾക്കുകയും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. ഈ ചാനലായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനേകരിലേക്ക് ദൈവിക ശബ്ദവും അനുഗ്രഹങ്ങളും എത്തപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വീട്, എൻ്റെ സ്വദേശം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ കട്ടിലപ്പുവം എന്ന സ്ഥലത്താണ്. എൻ്റെ മാതാപിതാക്കൾ പിതാവ് മത്തായി, മാതാവ് ഏലിയാമ്മ, എനിക്ക് ഒരനുജൻ ഷാജി, എനിക്കൊരു പെങ്ങള് മോളി. ഇതാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ അനുജനും ഫാമിലിയാണ്, എൻ്റെ പെങ്ങളും ഫാമിലിയാണ്. അവർ നാട്ടിൽ തന്നെ അവർ ജീവിക്കുന്നു. ഇപ്പോൾ ദൈവകൃപയാൽ എല്ലാവരും വിശ്വാസത്തിലാണ്. എൻ്റെ പിതാവ് 2018 ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. മാതാവ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ഇപ്പോൾ ഭോപ്പാലിൽ ഞങ്ങളോടൊപ്പം മാതാവായിരിക്കുന്നു. 80 വയസ്സ് പ്രായമുണ്ട് മാതാവിന്. പ്രകാരം ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായിട്ട് ഭോപ്പാലിൻ്റെ പ്രദേശത്ത്, ഭോപ്പാലിൽ മാത്രമല്ല മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമായിട്ട് കർത്താവിന് വേലയിൽ ആയിരിക്കുകയാണ്. ഞാൻ എൻ്റെ ബാല്യകാല അനുഭവത്തെ പറ്റി ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ പിതാവ് ഒരു കപ്പ ഗോഡൌണിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കാര്യമായ കൂലിയൊന്നുമില്ല ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ദാരിദ്ര്യ അവസ്ഥയിലും വളരെ പട്ടിണി പ്രയാസങ്ങളോടൊക്കെ കടന്നുവിടെ വന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും എങ്ങനെ ജീവിക്കും, എങ്ങനെ ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത് ചിന്തിച്ച പല അവസരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മാതാപിതാക്കൾ കഠിന പ്രയത്നം കൊണ്ട് അവരെ മാക്സിമം ഞങ്ങളെ ജീവിക്കുവാനായി അവർ പരിശ്രമിച്ച് ഞങ്ങളെ ഈ നിലയിൽ എത്തിക്കുവാൻ ഇടയായി. ഞങ്ങൾ യാക്കോബ സഭാംഗമായിരുന്നു. ഞങ്ങൾ യാക്കോബയിൽ ആയിരിക്കുമ്പോൾ തന്നെ പാരമ്പര്യമായിരിക്കുന്ന ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ആ രീതിയിലൂടെയുള്ള പ്രാർത്ഥനകളും അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം കടന്നു പോയിക്കൊണ്ടിരുന്നു.
എന്നാൽ എൻ്റെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പള്ളിയിലൊന്നും കൂടുതൽ പോകുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. എന്നാൽ വളരെ ചെറുപ്പം പ്രായം മുതലേ തന്നെ എൻ്റെ കൂട്ടുകെട്ടുകളൊക്കെ ചുറ്റുപാടും വളരെ മോശമായ ചുറ്റുപാടായിരുന്നു. അങ്ങനെ ആ രീതിയിലൊക്കെ ഞാൻ അധപതിച്ചുകൊണ്ടിരുന്നു. ചില അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പിതാവ് ഒരു പുകവലിക്കുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ പിതാവ് പുകവലിച്ച് ആ ബീഡി വലിച്ചെറിയുമ്പോൾ അത് ഞാൻ പാത്തും പതുങ്ങിപ്പോയി ആ ബീഡി കുറ്റി എടുത്ത് ഞാൻ വലിച്ച് അങ്ങനെ ബീഡി വലി എൻ്റെ പിതാവ് തന്നെയാണ് ബീഡി വലിയുടെ ഗുരു എന്ന് പറയാം. അങ്ങനെ ബീഡി വലിച്ച് പഠിച്ചു. അങ്ങനെ വീട്ടില് ഞങ്ങൾക്ക് 1/2 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ കശുവണ്ടി, കുരുമുളക്, തേങ്ങ ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം മോഷ്ടിച്ച് ഞാൻ കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഈ സിഗരറ്റും ഒക്കെ വലിക്കുകയും ആ രീതിയിലൊക്കെ പൈസ നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥകൾ. പിതാവ് പലപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു, വടിയോട് ശരിക്കും അടിക്കുമായിരുന്നു. എന്നാലൊന്നും ഞാൻ അതൊന്നും വകവയ്ക്കയില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അങ്ങനെയുള്ള പ്രവർത്തികൾ ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും വളരെ കുട്ടികളോടൊക്കെ വളരെ തെറ്റായ രീതിയിലൊക്കെ ഇടപെടുകയും ഒരുപാട് അടിപിടി കൂടുകയും എൻ്റെ ആ സ്കൂളിൽ തന്നെ ഒരൊറ്റ ടീച്ചർമാർ പോലും ഇല്ലായിരുന്നു എന്നെ അടിക്കാത്ത ടീച്ചർമാരില്ലായിരുന്നു. സകലരും എന്നെ അടിക്കുമായിരുന്നു. അതുപോലെ കുസൃതിയായിരുന്നു ഞാൻ ചെറുപ്പകാലത്ത്. അങ്ങനെ പറഞ്ഞാല് പിന്നെ എൻ്റെ 9ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ പുകവലി ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 12-13 വയസ്സായപ്പോൾ എൻ്റെ ചുറ്റുപാടും അടുത്തൊക്കെ ചാരായം വാറ്റുന്ന ചില വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ എൻ്റെ കൂട്ടുകാരുണ്ട്. അവരെന്നെ വിളിച്ചുകൊണ്ട് പോകാറ്, നീ വാടാ എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുപോയി വളരെ അല്പം ഈ മദ്യം എനിക്ക് തരും, വാറ്റ് ചാരായം തരും. അങ്ങനെ ആദ്യം കുടിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയ രസം തോന്നി. അങ്ങനെ ഒരു 13 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മദ്യപാനം തുടങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം മദ്യപിച്ച് ഒരു തികഞ്ഞ മദ്യപാനം, ചെറുപ്രായത്തിൽ തന്നെ മദ്യപാനം ഒരു മദ്യപാനത്തിന് അടിമയായി തീർന്നു. അങ്ങനെ ഒരു 16 വയസ്സൊക്കെ 17 വയസ്സൊക്കെ ആയപ്പോഴേക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ 8ലും 9ലും ഒക്കെ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു 16 വയസ്സൊക്കെ ആയപ്പോഴൊക്കെ കഞ്ചാവ് വലിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരനെ കിട്ടി. ആ പുള്ളിനെ കഞ്ചാവ് വലിക്കാനും പഠിപ്പിച്ചു. അങ്ങനെ പുകവലി, മദ്യപാനം, കഞ്ചാവ് ഇങ്ങനെയുള്ളതായ ഈ ലഹരി പദാർത്ഥത്തിന്റെ അടിമയായി ഞാൻ ഇങ്ങനെ അധപതിച്ചുകൊണ്ടിരുന്നു. എൻ്റെ അമ്മ എന്നും ഇരുന്ന് കരയുമായിരുന്നു, എൻ്റെ ഈ മകൻ എന്തിന് എൻ്റെ ഈ ഗർഭത്തിൽ ജനിച്ചു. എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടൊന്നും ഞാൻ ഗുണപ്പെടുന്നില്ല. പിന്നെ അമ്മ എന്നെ ശപിക്കാൻ തുടങ്ങി, നീ ഒരിക്കലും ഗുണപിടിക്കില്ലടാ എന്ന് പറഞ്ഞ് എന്നെ ശപിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ ഈ കഞ്ചാവിന്റെ ലഹരിയിൽ ഇങ്ങനെ ചിരിച്ചിങ്ങനെ അങ്ങ് തള്ളി കളയുമായിരുന്നു. അപ്പൊ അതുപോലെ മാതാവിനും പിതാവിനും ആ ഏരിയയിലൊക്കെ വളരെ ഒരു തലവേദന ഉള്ള ഒരു വ്യക്തിയായിട്ടായിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെ ഞാൻ ജീവിച്ചു വരവേ ഞാൻ ഓർക്കുന്നു, എൻ്റെ മാതാവ് എൻ്റെ ഈ ജീവിത രീതി കാരണം 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. താൻ ഉടുക്കുന്ന സാരി എടുത്തുകൊണ്ട് മരത്തിൽ കയറി കുടുക്കിട്ട് ചാടാൻ. അപ്പോഴേക്ക് ഞാൻ ആ 3 പ്രാവശ്യം ഞാൻ കണ്ടു. അമ്മയെ അവിടുന്ന് മരത്തിൽ താഴെ ഇറക്കി. അങ്ങനെ അമ്മ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എൻ്റെ അമ്മ ഞാൻ മുഖാന്തരം എന്നേ ഈ ലോകത്ത് മാറ്റപ്പെടേണ്ടതായിരുന്നു. അത് ഇന്നൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു, ദൈവം അത്ഭുതമായി എന്നെ മാതാവിനെ രക്ഷിക്കും. അന്ന് ഞങ്ങളൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ളതായ കുസൃതിയും ചെറുപ്രായത്തിൽ തന്നെ മദ്യപാനത്തിലും പാപപങ്കിലുമായ ജീവിതത്തിലൂടെ യാത്ര ചെയ്ത ഒരു യൗവനക്കാരനായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ പട്ടിണിയുടെ കാര്യം പറഞ്ഞാൽ അന്നേരമൊക്കെ ഒത്തിരി പട്ടിണികളുണ്ടായിരുന്നു. പട്ടിണി കാരണം ആഹാരം കഴിക്കാനില്ലാതെ, അപ്പൊ മാങ്ങയും ചക്കയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ചോറ് അല്ലെങ്കിൽ കറികളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് പലപ്പോഴും ഞാൻ മാവിൽ കയറി ചിലപ്പോ ചെനച്ച മാങ്ങയും പഴുത്ത മാങ്ങയും എല്ലാം ആ മാവിൽ തന്നെ ഇരുന്ന് ചെത്തി തിന്ന് അന്നത്തെ ഭോജനം അത് മാത്രമായിരിക്കും. ചക്കയൊക്കെ അപ്പോഴേക്കും അത് മാത്രമായിരിക്കും. അപ്പൊ അതുപോലുള്ള അവസ്ഥയിലൂടെയൊക്കെ പട്ടിണിയിലെല്ലാം കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന മുമ്പ് ഇങ്ങനെയുള്ളതായ അവസ്ഥയിൽ കടന്നുപോയി. അങ്ങനെ എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ യേശുവിനെ കണ്ടെത്താനിടയായി തീർന്നത്. ഞാൻ രക്ഷിക്കപ്പെടാൻ ഉണ്ടായ ആ സാഹചര്യത്തെ പറ്റി ചില ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, യാക്കോബായ സഭയിൽ ഞങ്ങൾ കൂടി വരുന്ന ഒരു സഭാംഗമായിരുന്നു. എൻ്റെ ചർച്ച് നടത്തുന്ന യാക്കോബായ
സഭയിലെ ഫാദർ സക്കറിയ എന്ന് പറയും. സക്കറിയ ഫാദറിന്റെ മകൻ ഫിലിപ്പ്, അദ്ദേഹം ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ പോയി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു, പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ ആത്മീയമായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ദേവദാസൻ ആ OMLA വർക്കിന് ശേഷം പുള്ളി സ്വന്തം നാട്ടിൽ തിരിച്ചു വരികയും പുള്ളിക്ക് അവിടെ നിന്ന് ലഭിക്കപ്പെട്ട ആത്മീയ അനുഭവങ്ങൾ യാക്കോബായിലുള്ള പല കൂട്ടുകാരുമായി പങ്കിടുകയും അങ്ങനെ പുള്ളി ഒരു കൂട്ടായ്മ അവിടെ ആരംഭിച്ചു. അപ്പൊ 1988 ഡിസംബർ മാസം ക്രിസ്മസിന്റെ ആ കാലഘട്ടത്തിൽ എനിക്ക് ഒരു പാടാനൊക്കെ ദൈവം കൃപ തന്നിട്ടുണ്ട്. അപ്പൊ യാക്കോബ പള്ളിയിൽ ഞങ്ങൾ ഈ ക്രിസ്മസ് പാട്ട് പഠിപ്പിക്കാനായിട്ട് ഞാൻ പോകും. അപ്പൊ ഈ സിനിമാ പാട്ടുകളെല്ലാം യേശുവിന്റെ ജനനത്തിന്റെ ആ വാക്കുകളിലൂടെ അത് പാട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ട്യൂണാക്കി അങ്ങനെ യേശുവിന്റെ ജനനത്തെ പറ്റി പാടി ഇങ്ങനെ ഓരോ വീടുകൾ തോറി കരോൾ സർവീസിന് ഇങ്ങനെ പോകും. അപ്പൊ ആ ഒരു ഇതിനു വേണ്ടി ഞാൻ പാട്ട് പഠിപ്പിക്കാനായി ഞാൻ ചർച്ചയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ അങ്ങനെ ഒരു സമയത്ത് 88 ഡിസംബർ 10-ാം തീയതിയാണ്. അന്ന് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഈ പാട്ടിന്റെ പരിപാടി നിർത്തി അന്നേരം തന്നെ അവരുടെ കൂട്ടായ്മ ആരംഭിക്കും. അപ്പൊ ഞാൻ പാട്ട് പരിപാടിയെല്ലാം പഠിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ഉടനെ ഈ ഫിലിപ്പ് എന്നോട് പറഞ്ഞു, രാജു ഇന്നൊരു പ്രാർത്ഥനാ യോഗമുണ്ട്, രാജു ഇന്ന് ഇരിക്കുവാണെങ്കിൽ സംബന്ധിക്കുവാണെങ്കിൽ നല്ല അനുഗ്രഹമായിരിക്കും. അപ്പൊ ഞാൻ അന്നത്തെ എൻ്റെ വേഷവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹിപ്പി, മുടിയെല്ലാം വളർത്തിയ ഒരു ഹിപ്പി സ്റ്റൈലാ. അപ്പൊ ഷർട്ടിന്റെ ആദ്യം മുകളിലത്തെ ബട്ടൺസ് ഒന്നും ഇടത്തില്ല, 1-2 ബട്ടൺസ് നടുക്ക് ഭാഗത്ത് ഇടത്തുള്ളൂ. അപ്പൊ ആ രീതിയിലേക്കാണ് അന്നത്തെ സ്റ്റൈല്. അപ്പൊ എന്നോട് പറഞ്ഞു, രാജു വന്ന് കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ പെന്തക്കോസ്തുകാരോടോ ആത്മീയമായി എനിക്കൊരു വളരെ പുച്ഛവും വളരെ അവരെ തിരസ്കരിക്കുന്ന ഒരു സ്വഭാവം എനിക്ക്. ഞാൻ അന്നേരം പറഞ്ഞു, ഇതൊക്കെ നിന്നെപ്പോലുള്ള പരിപാടിയാടാ, ഞാൻ വരത്തില്ല, നീ പോകുമെന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒരു ദേഷ്യപ്പെട്ടു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഇദ്ദേഹം ഫാദറിന്റെ മകനാണല്ലോ, അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്കൊരു പശ്ചാത്താപമുണ്ട്. ഞാൻ എന്നാ പുള്ളിയെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കാം, ഞാൻ പറഞ്ഞ് പുള്ളി തെറ്റിദ്ധരിക്കണ്ട, ഒന്ന് സന്തോഷിപ്പിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചർച്ചിനകത്ത് ഇങ്ങനെ കയറിയിരുന്നു. അപ്പൊ കുറെ സഹോദരന്മാരും എല്ലാം യാക്കോബ സഭ അംഗമായിരിക്കുന്ന പലരും അവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നു. അപ്പോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സുവിശേഷപരമായ ഒരു മീറ്റിങ്ങിൽ കയറിയിരിക്കുന്നത്. അപ്പൊ അവര് നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ പാടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് പാട്ടിനോട് നല്ല രുചി ഉള്ളത് കൊണ്ട്, എനിക്ക് നല്ലൊരു രുചി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് കൊണ്ട് ആ നല്ല ആത്മിക പാട്ടുകൾ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പൊ എന്തായാലും എനിക്ക് വലിയൊരു അട്രാക്ഷൻ എനിക്ക് തോന്നി, വളരെ ആകർഷണമായ രീതിയിൽ ഞാൻ അവിടെ ഇരുന്ന് പെട്ടെന്ന് 5 മിനിറ്റ് ഇരുന്നിട്ട് വരാമെന്ന് വിചാരിച്ചിരുന്ന അവിടെ ഇരുന്ന് ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഒന്നോടെ ആനന്ദമായി. അവര് പാട്ട് പാടുന്നെല്ലാം ഞാൻ അവിടെ ഇരുന്നു. ഏതായിരുന്നാലും എന്നാലും ഇരുന്ന് കളയാം എന്ന് വിചാരിച്ച് ആ മീറ്റിങ്ങിനെ മൊത്തം അവിടെ ഇരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പാട്ടുകൾ പാടിക്കഴിഞ്ഞ് അവർ പ്രാർത്ഥിച്ച് ഈ ഫിലിപ്പ് സക്കറിയ, ഈ ഞങ്ങളുടെ ഫാദറിന്റെ മകൻ, പുള്ളി എഴുന്നേറ്റ് നിന്ന് ദൈവവചനം ശുശ്രൂഷിക്കാൻ തുടങ്ങി. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ദൈവവചനം കേൾക്കുന്നത്. അന്നേ വരെ ഞാൻ ദൈവവചനം കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ആ സ്ത്രീയെ സംബന്ധിക്കുന്ന ഒരു കഥയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കഥയെപ്പറ്റി അദ്ദേഹം പ്രസംഗിച്ച് ശാന്തിയില്ലാത്ത വ്യക്തിയെ നീ യേശുവിന്റെ അടുക്കിലേക്ക് വന്നാൽ ദൈവം നിനക്ക് ശാന്തി തരും, വിടുതൽ തരും എന്നുള്ള രീതിയിൽ വലിയ ശക്തമായ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം പറയുന്ന, പ്രസംഗിക്കാൻ വളരെ കഴിവുള്ള ഒരു ദൈവദാസനാണ് അദ്ദേഹം. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. അതാണ് 1 മണിക്കൂറിലധികം അദ്ദേഹം വചനം സംസാരിച്ചു. ഈ വചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്നേ വരെ അനുഭവിക്കാത്ത ഒരു വലിയ അനുഭവമായിരുന്നു അന്ന് ഞാൻ അനുഭവിച്ചത്. എന്നെ വിറയ്ക്കാൻ തുടങ്ങി. ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാനായി ആഗ്രഹിക്കുന്നെങ്കിൽ മുന്നോട്ട് കടന്നു വരാമെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങ് കിടന്ന് വിറയ്ക്കുക. ഉടനെ അദ്ദേഹം വന്ന് എന്നെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഞാൻ വിറച്ച് അദ്ദേഹത്തിന് മുമ്പിലേക്ക് ചെന്നു. ഞാൻ അവിടെ ചെന്ന് മുട്ടുകുത്തി അവിടെ നിന്നു. അപ്പൊ അവിടെ ഉള്ളവരെല്ലാം എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയായിരുന്നു. കാരണം എന്റെ വേഷം കണ്ടു കഴിഞ്ഞാൽ ഒരു വിശ്വാസ്യത യാതൊരു വേഷവിധാനവും അല്ല.
അപ്പൊ അവരങ്ങനെ പുച്ഛത്തോടെ നോക്കി പറഞ്ഞു, ഈ ഇവൻ വന്ന് മുട്ടുകുത്താണോ എന്ന് വിചാരിച്ചു. ഏതായിരുന്നാലും ഞാനൊരു മുട്ടുകുത്തി. ആ ദേവദാസൻ ഫിലിപ്പ് സക്രി എനിക്ക് വേണ്ടി തലയിൽ കൈവച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ സമാധാനവും ശാന്തിയും അനുഭവിക്കാനിടയായി തീർന്നു. എനിക്ക് പറഞ്ഞറിയാൻ പറ്റത്തില്ല, അത്രമാത്രം സന്തോഷമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ഫിലിപ്പ് പറഞ്ഞു, വീട്ടിലേക്ക് വരണം, രാജുന് എപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നു അപ്പോഴെല്ലാം വരാം എന്നോട് പറഞ്ഞു. വളരെ സ്നേഹത്തോടെ എന്നെ, വളരെ സന്തോഷത്തോടെ അദ്ദേഹം എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നു. ആ 1988 ഡിസംബർ 10 ഞാൻ അന്ന് ആ വചനം കേട്ട ഞാനൊരു തീരുമാനമെടുത്തു. കർത്താവെ, ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ പുകവലി, മദ്യപാനം, കഞ്ചാവ്, അങ്ങനെയുള്ള തെറ്റായ പല അടിപിടികളും പലവിധ പാപ സ്വഭാവം ജീവിച്ച എൻ്റെ ഈ പാപ സ്വഭാവ കർത്താവെ ഞാൻ നിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നു. ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, നീ എന്നെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഒരു വലിയ തീരുമാനം അന്ന് ഞാൻ എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, അന്നത്തെ ആ ഒരു മാനസാന്തരം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ വീക്ഷിച്ചപ്പോൾ പറഞ്ഞു, നീ വീടി വലിക്കുന്ന കാണുന്നില്ലല്ലോ. അപ്പൊ എനിക്കും പറയാൻ ഒരു പേടിയും ഒരു നാണവും. ഞാൻ മാനസാന്തരപ്പെട്ടതൊക്കെ പറഞ്ഞതിന് വളരെ അവഹേളകരമായിട്ട് കാണുക, യാക്കോബക്കാരുടെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് പറയാനൊരു നാണം. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, എല്ലാം ശരിയായെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, എന്തുവാടാ, നിനക്കൊരു മാനസാന്തരമൊക്കെ വന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പുഞ്ചിരിച്ച് പറഞ്ഞു, അമ്മ, ഞാൻ മാനസാന്തരപ്പെട്ടു. ആഹാ, അത് ഭയങ്കരമായല്ലോ. അപ്പൊ അമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഞാൻ പറയട്ടെ, ഞാൻ ഓരോ ദിവസവും ആ ഫിലിപ്പ് എന്ന് പറയുന്ന ആ ദേവദാസന്റെ അടുക്കൽ കടന്നു പോകും. 2-3 മണിക്കൂർ ഞാൻ അദ്ദേഹത്തിനോടൊത്ത് ഇരുന്ന്, എനിക്ക് ബൈബിൾ ഇല്ലായിരുന്നു, അത് എനിക്ക് ബൈബിൾ തന്നു. ബൈബിൾ വായിച്ച് എനിക്ക് പല ഡൗട്ടുകൾ ഞാൻ ചോദിക്കുകയും, അദ്ദേഹം എന്നെ ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ ഉള്ളതായ ബേസിക് ആയിട്ടുള്ള ഡോക്ടറിന്റെ കാര്യങ്ങളെല്ലാം എന്നെ പഠിപ്പിച്ചു. പക്ഷെ യാക്കോബായ അവസ്ഥയിൽ തന്നെ ആയിരുന്നു നിന്നത്. സ്നാനത്തെ പറ്റിയൊന്നും പഠിപ്പിച്ചില്ല. ബാക്കിയുള്ള വിശുദ്ധ ജീവിതം, യഥാർത്ഥമായ മാനസാന്തര സമർപ്പണം, സുശേഷാവർ, ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം എന്നെ പറഞ്ഞു പഠിപ്പിച്ചു. അതാണ് എനിക്ക് വളരെ സന്തോഷം തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും ഞാൻ ആത്മീയമായി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നു. ഞാൻ ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരുന്നു. സമാധാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു. ഞാൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഏതോ ഒരു വലിയൊരു രോഗം, എനിക്ക് തോന്നുന്നത് ഈ ഭയപ്പെട്ട പെട്ടെന്ന് ഞെട്ടി വരയ്ക്കുന്ന രീതിയിൽ ഒരു അസുഖം എനിക്കുണ്ടായിരുന്നു. അത് അമ്മ ഒരുപാട് പേടിച്ചു എൻ്റെ ആ അവസ്ഥ കണ്ട്. അപ്പൊ അന്ന് അമ്മയുടെ ബുദ്ധി അനുസരിച്ച് അമ്മ പറഞ്ഞു, മലയാറ്റൂർ മുത്തപ്പനെ വിളിച്ച, മലയാറ്റൂർ മുത്തപ്പ, ഞാൻ എൻ്റെ മകനെ 16 വർഷം ഞാൻ മല കയറ്റിക്കൊള്ളാം, എൻ്റെ ഈ കുഞ്ഞിന് നീ സൗഖ്യം തരണം, അവരെ നീ ഗുണപ്പെടുത്തിക്കോണം എന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരു നേർച്ച നേർന്നു. പ്രിയമുള്ളവരെ, 1 വയസ്സുള്ളപ്പോൾ മുതൽ 16 വർഷം മലയാറ്റൂർ മല കയറി ഇറങ്ങി അമ്മ കൊണ്ടു, അല്ലെങ്കിൽ പിതാവ് കൊണ്ടു, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ കൊച്ചു പ്രായത്തിൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എന്നാൽ 16 വർഷവും മലയാറ്റൂർ മല കയറ്റി എനിക്ക് ശാന്തിയും സമാധാനവും ഞാൻ നന്നാകാനായിട്ട് ഇനി അവിടെ കൊണ്ടു. എന്നാൽ ആ രോഗമൊക്കെ അങ്ങ് സൗഖ്യമായി, രോഗമൊന്നും പിന്നെ വന്നില്ല. പക്ഷെ എൻ്റെ ജീവിതം വളരെ പാപമെങ്കിലുമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അപ്പൊ അതോടെ എനിക്ക് ആ രീതിയിൽ യാതൊരു സമാധാനമില്ലാതെ എങ്ങനെയെങ്കിലും പോയി മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച ആ സമയത്തായിരുന്നു ഈ രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വരികയും ഞാൻ വളരെ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ ഇടയായി തീർന്നു. അത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഇതുപോലെ സമാധാനമില്ലാതെ മദ്യപാനത്തിലോ ഈ ലഹരിയുടേതായ ബന്ധത്തിലായിരിക്കുന്നെങ്കിൽ, ഞാൻ ആ അനുഭവത്തിൽ കടന്നുപോയ വ്യക്തി രക്ഷിക്കപ്പെട്ടു, ആ യഥാർത്ഥ സമാധാനവും സന്തോഷവും അനുഭവിച്ച വ്യക്തി ആയതുകൊണ്ട് ഞാൻ നിങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. യേശു നിങ്ങൾ തീർച്ചയായും ആ ഒരു സമാധാനവും ശാന്തിയും തരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥയായിരുന്നു എൻ്റെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടു. പിന്നെ കർത്താവ് എന്നെ ഓരോ ദിനവും എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. യാക്കോബായ സഭയിൽ തന്നെ ഏതാണ്ട് 3-4 വർഷത്തോളം ആ കൂട്ടായ്മയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഈ യാക്കോബായിലെ കോട്ടേജ് മീറ്റിങ്ങുകളിലും പല കൺവെൻഷനിലെല്ലാം ഞാൻ കടന്നു പോവുകയും അങ്ങനെ വളരെ ആത്മീയമായിട്ട് വലിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകാനിടയായി.
അതിനുശേഷമാണ് എനിക്കിങ്ങനെ സുശേഷ വേല ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ സുശേഷ വേല ചെയ്യാൻ ആഗ്രഹം ഉണ്ടായി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊടുത്ത, കർത്താവ് എനിക്ക് വേല ചെയ്യണമല്ലോ, ഞാൻ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ആ ഈ ഏതോ ഒരു ദേവദാസൻ, അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല, അത് കുറെ വർഷങ്ങളായി, പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, നീ തിരുവല്ലയിലാണ്, അവിടെ പോയി പഠിക്കുവാണെന്നാണ്, പഠിച്ചിട്ട് നിനക്ക് സുശേഷ വേല ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവല്ലയിൽ സിലോഹാം റോയൽ സ്കൂൾ ഓഫ് റോയലിസം എന്ന് പറഞ്ഞൊരു ഒരു ബൈബിൾ സ്കൂളിൽ, ബൈബിൾ കോളേജല്ല, ബൈബിൾ സ്കൂളാണ്. അവിടെ വചനം പഠിക്കാൻ കടന്നുപോയി. വചനം പഠിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ തിരുവല്ലയിൽ ഒരു ദേവദാസൻ എന്നെ പറഞ്ഞ്, രാജു ഞങ്ങളൊപ്പം വരാമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ തിരുവല്ലയിൽ ആദ്യത്തോടൊപ്പം നിർത്തി. അങ്ങനെ സുശേഷ വേലയുടെ അതെനിക്ക് 1990 കാലഘട്ടത്തിലാണ്, 90-91 കാലഘട്ടത്തിലാണ്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഞാനായിരുന്നു. ഏതാണ്ട് ഒരു വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം സുശേഷ വേല ചെയ്യുകയും അദ്ദേഹം എന്നെ പലയിടത്ത് കൊണ്ടുപോവുകയും പല കാര്യങ്ങളും സുശേഷ വേലയെ പറ്റി മനസ്സിലാക്കാനായിട്ട് എനിക്ക് അന്ന് സാധിച്ചു. അതിനുശേഷം പിന്നെ ഇടുക്കിയിൽ ഗോസ്പൽ ലൈറ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ഇൻഡിപെൻഡന്റ് സുവിശേഷ സംഘടനയിൽ പ്രവർത്തിക്കാനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ചു. അങ്ങനെ 96 വരെ, 92 മുതൽ 96 വരെ ഇടുക്കിയിൽ ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ സുശേഷ പ്രവർത്തനം നടത്തുവാനായിട്ട് കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ ഞാൻ ഇടുക്കിയിൽ സുശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യൻ യുവാഞ്ചൽ ടീമിന്റെ PG അങ്കിൾ, എല്ലാവരും അറിയുന്ന ഒരു ദേവദാസനാണ്. ആ ദേവദാസന്റെ പുസ്തകം ഹിമാലയ സാനുക്കളിൽ നിന്നൊരു മലയാള ബുക്ക് എനിക്ക് വായിക്കാനിടയായി. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വടക്കേ ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത എത്രത്തോളം ഉണ്ടെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് വടക്കേ ഇന്ത്യയിൽ നിന്റെ വേല ചെയ്യാൻ എനിക്ക് കടന്നു പോകണം, അല്ല വഴി കർത്താവ് ഒരുക്കണം. അപ്പൊ എനിക്ക് ആരെയും പരിചയമില്ല, വടക്കേ ഇന്ത്യയിലെ ആരെയും എനിക്ക് പരിചയമില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ 2-3 വർഷം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഈ പുസ്തകം വായിച്ച് 2-3 വർഷം ഞാൻ ഈ വിഷയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 96-ലാണ് ഇടുക്കിയിൽ തന്നെ ഉള്ള 2 സഹോദരന്മാര് ഈ വടക്കേ മധ്യപ്രദേശിൽ ഇൻഡോർ എന്ന ഭാഗത്ത് അവർ വരികയും അവരവിടെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരെന്നെ ബന്ധപ്പെട്ടു. രാജു ബുധരെ, പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മധ്യപ്രദേശിലേക്ക് വരാം, IIT എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, ഞങ്ങൾ അതിലിപ്പോൾ വർക്ക് ചെയ്യുകയാണ്, ഞാൻ വേണമെങ്കിൽ ഞങ്ങളുടെ ലീഡറുമായിട്ട് സംസാരിച്ച് വേണമെങ്കിൽ അയാൾ വഴി ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 1996-ൽ ആ മധ്യപ്രദേശിലുള്ള അന്ന് IIT വർക്ക് ചെയ്യുന്ന ദേവദാസൻ പാസ്റ്റർ സണ്ണി ടി ജോൺ എന്ന് പറയുന്ന ദേവദാസനുമായി കണക്ട് ചെയ്തു, സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു താല്പര്യമുള്ളിൽ വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ ആദ്യമായിട്ട് അന്ന് ട്രെയിൻ യാത്ര ചെയ്യുന്നത് 96-ൽ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഇൻഡോറിൽ അവരെ ആരും എനിക്ക് പരിചയമില്ല. ചെന്നിറങ്ങിയാൽ അവരെന്നെ കാണുമോ, എങ്ങനെ കണ്ടുമുട്ടുമോ ഒന്നും അറിഞ്ഞുകൂടാ. അബ്രഹാം യാത്ര ചെയ്ത പോലെ ട്രെയിനിൽ കയറിയിരുന്നു. ഇൻഡോറിൽ വന്ന് ഇറങ്ങിയത് തന്നെ അന്നേരം തന്നെ ഈ പാസ്റ്റർ സണ്ണി വേറൊരു സഹോദരനെ എന്റെ ഫോട്ടോ ആ നേരത്തെ പോയ ആ സഹോദരന്മാർ എന്റെ ഫോട്ടോ കൊടുത്തിട്ടാണ്. ആ ഫോട്ടോ വെച്ച് എന്നെ പുള്ളി കണ്ടുപിടിച്ചു. അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല, എങ്ങനെ കണ്ടുപിടിച്ചു ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. വലിയ പേടി എനിക്കുണ്ട്. ഞാൻ ഇറങ്ങിയത് തന്നെ അദ്ദേഹത്തിന്റെ മുന്നിലേക്കാണ്. അദ്ദേഹം രാജു അല്ലേ എന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. എന്റെ കൂടെ വരാൻ പറഞ്ഞു. എന്നെ പാസ്റ്റർ സണ്ണി വിട്ടതാണ്. അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം പോയി. അങ്ങനെ മധ്യപ്രദേശിൽ നീമച്ച് എന്ന സ്ഥലത്ത് അവിടെ ഹിന്ദി ട്രെയിനിങ്ങിന് വേണ്ടി 2-3 മാസക്കാലം ഹിന്ദി ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ അവിടെ പോയി താമസിച്ചു. അങ്ങനെ സ്വല്പം ഹിന്ദിയൊക്കെ പഠിച്ച് അവിടെ ചില വചന ക്ലാസ്സുകളും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് 96 നവംബർ മാസമാണ് ഞാൻ ധാർ എന്ന ജില്ലയിൽ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനത്തിന് വേണ്ടി ധാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കാലുകുത്തി. അവിടെ ചെന്നിറങ്ങി പാസ്റ്റർ സണ്ണി ടി ജോണുമായിട്ട് കണ്ട് അദ്ദേഹം എൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം അയച്ച് IIT-യിൽ ഞാൻ അന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം അപ്പൊ അന്ന് എനിക്ക് 29 വയസ്സുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ദേവദാസ, ഒറ്റയ്ക്കൊക്കെ ഇവിടെ വേല ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പോയി
നാട്ടിൽ പോയി കല്യാണം കഴിച്ചു വാ എന്ന് പറയും. ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ വിവാഹാലോചനകളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അന്നൊന്നും ആരും വിവാഹത്തിനായിട്ട് തയ്യാറായില്ല. അപ്പൊ അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം 96, 97 പിന്നെ ഞാൻ നാട്ടിൽ തിരിച്ചു പോവുകയും അങ്ങനെ പ്രപ്പോസലിന് വേണ്ടി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഒരുപാട് ട്രൈ ചെയ്തു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം 32 പെൺകുട്ടികളെ കണ്ടു. ഇപ്പൊ ഞാൻ ആദ്യം അവിടെ പറയുന്നത്, വടക്കേന്ത്യയിൽ വേല ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാം. അപ്പോൾ ആ വടക്കേന്ത്യയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ കാര്യം പറയുമ്പോൾ ഒരൊറ്റ സഹോദരിമാർ പോലും പറഞ്ഞില്ല. അവരൊക്കെ റിജക്ട് ചെയ്തു. അപ്പൊ അവർക്ക് ആർക്കും വടക്കേന്ത്യയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാന് 32 പെൺകുട്ടികളെ കണ്ടു. അവരെല്ലാവരും പറഞ്ഞപ്പോൾ ഞാനും മടുത്തു. ഞാൻ ഇനി കല്യാണം നടക്കുമോ? 29 വയസ്സായി. അപ്പോൾ അല്പം നിരാശനുമായി. ഏതായിരുന്നാലും ജോർജ് എന്ന് പറഞ്ഞ വേറൊരു ദൈവദാസൻ, തൃശ്ശൂർ തന്നെയുള്ള ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഒരു പെൺകുട്ടിയുണ്ട് തൃശ്ശൂർ തന്നെയുള്ള മടവക്കാർ എന്ന സ്ഥലത്ത് IPC ചർച്ചിൽ കൂടുന്ന ഒരു സഹോദരി ഉണ്ട്, ഞങ്ങൾ പോയി കാണാന്ന് പറഞ്ഞ് പോയി കണ്ടു. പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഇല്ല, ഞങ്ങള് ഇത്ര ദൂരേക്കൊന്നും വിടത്തില്ല എന്ന് പറഞ്ഞ് പുള്ളി മന ചെയ്തു, വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിരാശനെ ഞാൻ പോയി. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ആ പാസ്റ്ററിന്റെ ഫോൺ വന്നു, ആ ജോർജ് പാസ്റ്റർ ആ കുട്ടിയുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, നേരെ ഒന്നുകൂടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാ ഒന്നുകൂടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. രണ്ടാമതും ആ കുട്ടിയെ പോയി കണ്ടു. അപ്പോൾ ആ കുട്ടിയെ പിതാവും പറഞ്ഞു ഓക്കെ, ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിപുരത്തിൽ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഭാര്യ മിനിയെ 2 പ്രാവശ്യം കാണുകയും രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ അവർ പറയുകയും അങ്ങനെ മിനിയെ വിവാഹം ചെയ്യുവാനായിട്ട് കർത്താവ് തീരുമാനിച്ച പ്രകാരം മിനി കല്യാണം കഴിഞ്ഞപ്പോഴാണ് മിനി പറയുന്നത്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കർത്താവിന് വേല ചെയ്യുന്ന, പ്രസംഗിക്കുന്ന, പാട്ട് പാടുന്ന, സമർപ്പണമുള്ള ഒരു ദൈവദാസന് വീട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച അതുപോലുള്ള ഒരു ദൈവദാസനെ തന്നെയാണ് എനിക്ക് കിട്ടിയത് എന്ന് മിനി പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്ക് തോന്നി ദൈവം തന്നെയാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തത്. അപ്പൊ അങ്ങനെ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അങ്ങനെ മടവാക്കരയിൽ IPC ചർച്ചിലുള്ള മിനി എന്ന സഹോദരിയെ വിവാഹം കഴിപ്പാൻ കർത്താവ് എനിക്ക് സഹായിച്ചു. മിനിയുടെ പിതാവും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. മിനിയുടെ മമ്മി ഇപ്പോൾ 92 വയസ്സുണ്ട്. മിനിക്കും 3 ആങ്ങളമാരുണ്ട്, 2 സഹോദരിമാരുണ്ട്. അവർ 6 മക്കളാണ്. അവരെല്ലാവരും വിശ്വാസത്തിലാണ്. ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയോട് സൂചനം പറഞ്ഞ് അമ്മ രക്ഷിക്കപ്പെട്ടു. എന്റെ അനുജനോട് സൂചനം പറഞ്ഞ് അനുജൻ രക്ഷിക്കപ്പെട്ടു. എന്റെ പെങ്ങളോട് വചനം പറഞ്ഞ് പെങ്ങൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ പിതാവ് രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു. പിതാവ് വളരെ യാക്കോബാട ആ ബന്ധനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു ഒറ്റ എണ്ണത്തിന് ഞാൻ ഇനി പ്രാർത്ഥനയ്ക്ക് വിടത്തില്ല പറഞ്ഞ് വളരെ ശക്തമായി എതിർക്കാൻ തുടങ്ങി. ഒരു ദിവസം പുള്ളിക്ക് അരിശം കയറി, മദ്യപാനിയൊന്നും അല്ലായിരുന്നു. ഒരു ദിവസം മദ്യപിച്ച് വാക്കത്തെ എല്ലാം പുള്ളി തയ്യാറാക്കി, ഇനി നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനെ പോയി കഴിഞ്ഞാൽ റോക്കത്തിന് വെട്ടിക്കൊല്ലുന്നു പറഞ്ഞ് പിതാവോ വാക്കത്തെ എല്ലാം വളരെ മൂർച്ച കൂട്ടി ഇവർ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു, എന്നെ അനുജൻ പറഞ്ഞു, എടാ ഏതായാലും നമുക്ക് പോവാം, അപ്പം കൊല്ലുവാനെ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് അനിയന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ കയറി ചെന്നപ്പോൾ പിതാവ് വാക്യത്തിന് വെട്ടാനായിട്ട് ചാടുകയും എൻ്റെ അമ്മാവൻ, അന്ന് ഞങ്ങൾ അമ്മാവന്റെ വീട്ടിലാണ്, എൻ്റെ ഫാദർ ഞങ്ങളെ ഇറക്കി വിട്ടു. അപ്പൊ അമ്മാന്റെ വീട്ടിൽ പോയി ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുക ഈ പ്രാർത്ഥന പോകുന്നതുകൊണ്ട് ഈ കാരണത്താൽ. അങ്ങനെ എന്നെ വെട്ടാൻ ചാടി വന്നപ്പോൾ അമ്മാവൻ പുറമുണ്ടായിരുന്നു. അമ്മാവൻ ചാടി കയറി പിടിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിടുത്തമായി. വാക്കത്തെ എല്ലാം പിടിച്ചു പറിച്ച് എറിഞ്ഞു കളഞ്ഞു. എൻ്റെ പിതാവ് അവിടെ നിന്ന് ഇറങ്ങിയാൽ പോയി. ഏതായാലും മരിക്കുകയാണെങ്കിൽ കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെന്ന് പറഞ്ഞ അന്ന് ഞാനും എൻ്റെ അനിയനും രാത്രി ഞങ്ങൾ വീട്ടിൽ കയറി കിടന്നു. അന്ന് രാത്രി ഒന്നും ഉറങ്ങില്ല, കാരണം എപ്പോഴാ വെട്ടി വീഴുന്ന അറിയത്തില്ല. അതുപോലെ പേടിച്ച് കിടന്ന് ഇങ്ങനെ അവിടെ കിടന്നങ്ങ് ഉറങ്ങിയില്ല. രാത്രി മുഴുവൻ ഇങ്ങനെ പേടിച്ച് കിടന്നു. ഏതായിരുന്നാലും ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു, കർത്താവെ എൻ്റെ പിതാവിന് ഒരു മാറ്റം കൊടുക്കണമേ. എന്നാൽ പതുക്കെ പുള്ളി മാറ്റം വരാൻ തുടങ്ങി. രക്ഷിക്കപ്പെട്ടില്ല, പക്ഷേ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് പിന്നെ പിതാവിന് പ്രാർത്ഥനയെ പോകാനായിട്ട് പുള്ളി അനുവാദമൊക്കെ തന്ന് അങ്ങനെ പ്രാർത്ഥന പോയിക്കൊണ്ടിരുന്നു. ഇത് ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണ്, ഞാനിങ്ങനെ ഓർമ്മ മുതൽ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതികൂലം അന്നുണ്ടായി. എന്നാൽ പിതാവ് മരിക്കുന്ന മുമ്പ്
പ്രാർത്ഥിച്ച് ദൈവമായിട്ട് ഒരു ബന്ധത്തിലാണ്. മരിച്ചത് സ്വർഗത്തിൽ, എൻ്റെ പിതാവ് മരിച്ചുപോയി, 2018 മരിച്ചുപോയി. സ്വർഗത്തിലായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ മാതാവ് ഇപ്പോൾ ജീവനോടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. അങ്ങനെ ഞാൻ മധ്യപ്രദേശിൽ ഞങ്ങളുടെ വിവാഹം 1997 ഞങ്ങളുടെ ഏപ്രിൽ മാസം 28 ഞങ്ങളുടെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് 15 ദിവസം ഞങ്ങൾ നാട്ടിൽ നിന്നു. അത് ഞങ്ങൾ നാട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ ഈ സാധനമൊക്കെ വടക്കന്തിലേക്ക് കൊണ്ടുപോകാനാ? ഒരു സാധനം ഞങ്ങൾ കൊണ്ടുവന്നില്ല. ഞാൻ സ്ത്രീധനമൊന്നും ചോദിച്ചില്ല. അവിടെ ഇച്ചിരി പൈസയൊക്കെ അതെല്ലാം കല്യാണത്തിന് മൊത്തം ചെലവാഴി 5 പൈസ പോലത്തെ വളരെ പരിതാരമായ അവസ്ഥയിലാണ് അവർ ഞെളിഞ്ഞോട് വരുന്നത്. ഒരു സാധനം പോലും അവിടുന്ന് കൊണ്ടുവന്നില്ല. അത്യാവശ്യം ഇടാനുള്ള ഡ്രസ്സ് മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിടക്കാനവിടെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്, മറ്റൊന്നും ഒരു സാധനം പോലും ഇല്ല. അപ്പോൾ ധാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഞങ്ങൾ വന്നു കഴിഞ്ഞ് എനിക്കൊന്ന് 2 ദിവസം പോലും അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ലീഡർ പറഞ്ഞു, നമുക്കെന്ത് ഒരു ദൂരെ ഗ്രാമത്തിൽ പോകാന്ന് പറഞ്ഞു. പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മിനിയും ഞങ്ങളുടെ ആ ഡീലറിന്റെ കൂടെ ധാറിൽ ഒരു വലിയൊരു ഇന്റീരിയൽ ഗ്രാമമാണ് ജീരാബാദ് എന്ന് പറഞ്ഞ ഗ്രാമം. അവിടെ റോഡുകളും ഒന്നുമില്ല, വളരെ പരിതാരമായ അവസ്ഥയാണ്, ചെറിയ വഴികളാണ്. മെയിനോട്ട് ചെന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങളൊരു കാളവണ്ടി കിട്ടി. ആദ്യമായിട്ടാണ് ഞാനും മിനിയും കാളവണ്ടിക്കകത്ത് കയറുന്നത്. കാളവണ്ടിക്കകത്ത് കയറി കുറേ യാത്ര ചെയ്ത് കണ്ടു പറഞ്ഞു ഇനി നമുക്ക് നടന്നു പോകണമെന്ന് പറഞ്ഞു. അവിടുന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു 1-2 മണിക്കൂർ ഞങ്ങൾ നടന്ന് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരു ഗ്രാമത്തിലെത്തി. അപ്പൊ ആദ്യമായിട്ടാണ് അന്ന് ഞങ്ങൾ കാളവണ്ടി കയറുന്നു ഇത്ര ദീർഘമായി നടന്നു പോകുന്നത്. അങ്ങനെ ആ ഗ്രാമത്തിൽ ചെന്ന് എത്തി. അന്ന് അവിടെ നല്ലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിടക്കാനായിട്ട് അന്ന് അവര് സ്ഥലം തന്നത് ഒരു തൊഴുത്തിനകത്താണ്, കന്നുകാലികൾ കെട്ടിയിരിക്കുന്ന ഒരു തൊഴുത്തിനകത്താണ് ഞങ്ങൾക്ക് കിടക്കാൻ ഒരു ഖട്ടിയാന്ന് പറയും, ഈ മരം കൊണ്ട് കയറ് കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഖട്ടിയാന്ന് പറഞ്ഞൊരു സാറ് ഹിന്ദി പറയുന്നത്. അതിന് മലയാളത്തിൽ എന്താ പറഞ്ഞെനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു കട്ടിൽ ഞങ്ങൾക്ക് തന്നു. അപ്പൊ ഞങ്ങൾ ചുറ്റും പുറം പശുക്കളാ. അപ്പൊ ഞങ്ങളുടെ കർത്താവ് ജനിച്ച പശുക്കൂട്ടിലല്ല യേശു ജനിച്ചതെങ്കിലും ആ ഒരു അവസ്ഥ നിങ്ങൾ ഓർത്തു. അന്ന് രാത്രി കൊതുകടി കൊണ്ട് ആ തൊഴുത്തിൽ പശുക്കളുടെയും ഒച്ചയും ഭയങ്കര ശല്യമായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ അവിടെ കിടന്നു. അന്നത്തെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞങ്ങൾക്ക് ആഹാരം തന്നപ്പോൾ ആ ഗ്രാമത്തിലെ ആഹാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് കേൾക്കുമ്പോൾ വലിയ പ്രയാസമായിരിക്കും. അന്നേരം കോഴിയൊക്കെ കറി വെച്ച് ഞങ്ങൾ ലീഡറും ഞങ്ങൾക്ക് കോഴിയൊക്കെ കറി വെച്ച് തന്നത്, കോഴിയുടെ കാലിന്റെ ആ നഖങ്ങളെല്ലാം അതുപോലെ തന്നെ കിടക്കുക. ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ ലീഡറിന്റെ പ്ലേറ്റിലേക്ക് ഒരു കാല് വന്ന് ഇങ്ങനെ വന്നങ്ങ് വീഴുകയാണ്. നിന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ പോലെ അവര് കൈകൊണ്ട് ഇങ്ങനെ അതിന്റെ ആ നഖങ്ങളെല്ലാം വന്നിങ്ങനെ കിടക്കുക. പുള്ളിക്ക് യാതൊരു പ്രയാസമല്ല, പുള്ളി കഴിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുവായിരുന്നു, ദൈവമേ എങ്ങനെയാ ഈ ദേവദാസന്മാരെയൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ദൈവം സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഗ്രാമത്തിൽ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ ഭാര്യ ആദ്യമായിട്ട് അത്രയും ദീർഘനാൾ ദൂരം യാത്ര ചെയ്ത് അന്നാട് ശുശ്രൂഷ നടത്തിയത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ യാതൊരു പരാതിയും പറഞ്ഞില്ല. അപ്പൊ എനിക്കന്ന് മനസ്സിലായി എൻ്റെ ഭാര്യയ്ക്കും തീർച്ചയായിട്ടും ഏത് പരിസ്ഥിതിയിലും കടന്നു പോകാൻ പ്രവർത്തിക്കാനും സമർപ്പമുള്ള ഒരു ദൈവദാസിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനിടയായി. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ആ ധാറിൽ നിന്ന് പിന്നെ ഞങ്ങള് മണ്ഡലേശ്വർ എന്ന വേറൊരു സ്ഥലത്തേക്ക് കടന്നുപോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഹിന്ദി ഒന്നും വളരെ കുറച്ച് ഹിന്ദി മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഒരു ക്രിസ്ത്യൻ ആളുകൾ താമസിക്കുന്ന ഒരു ക്യാമ്പസ് ഉണ്ട്. ആ ക്യാമ്പസിൽ ഞങ്ങൾക്ക് ഒരു മുറി അവിടെ ലഭിക്കാനിടയായി. ഞങ്ങളെ ഒരു ദേവദാസനോട് കൊണ്ടുപോയി അവിടെ ഞങ്ങൾക്കൊരു മുറി എടുത്തു തന്നു. ഞങ്ങളവിടെ താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ക്യാമ്പസിലുള്ള അവിടെ ഒരു സ്കൂളൊക്കെ നടത്തുന്ന ഒരു വലിയ കാശുകാരനായ ഒരു വ്യക്തിയുണ്ട്. പുള്ളി വന്നിച്ച് പറഞ്ഞു, നിന്നോട് ആരാടാ നിന്നെ ഇവിടെ കയറി താമസിക്കാൻ അനുവദിച്ചത്? ഇത് മിഷൻ കമ്പൗണ്ട് ആണ്, ഇവിടെ എന്തിനു താമസിക്കുന്നു? നീ വല്ല സ്കൂൾ എങ്ങനെ നടത്താൻ വന്ന മലയാളിയാണോടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹിന്ദിയിൽ. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്, ഏറെ ഒന്നും പറയുന്നത് മനസ്സിലാകുന്നില്ല. എത്രയും വേഗം ഇവിടെ നീ ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ നിന്നെ ആടിച്ച് ശരിയാക്കും
എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി. വേറെ ഒരു ഗുണ്ടയെ കൊണ്ടാ വന്നത്, ഒരു അജാനുബാഹായ ഒരു വ്യക്തി. അവന് വന്നിങ്ങനെ അവിടെ നോട്ടം കാണുമ്പോൾ പേടിക്കും. അപ്പൊ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങൾ എവിടെ പോകണേ? അങ്ങനെ കുറച്ചിപ്പോ പോലീസുകാർ വന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോ എന്നെ വെച്ച്, നീ എന്തിനാണ് അവിടെ കിടന്ന് താമസിക്കുന്നത്? ഇവിടുന്ന് വിട്ടുപോടാന്നൊക്കെ പറഞ്ഞു. എന്തെല്ലാം പല കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ മലയാളത്തിൽ ആൻസർ പറഞ്ഞു. ആ പോലീസുകാരൻ എന്നോട് ഹിന്ദി പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് പുള്ളിക്ക് മനസ്സിലായില്ല, പുള്ളി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഓ, ഇതേത്തെ കൊണ്ടുപോടോ എന്ന് പറഞ്ഞ് അവർ അങ്ങനെ രക്ഷപ്പെട്ടു. ഏതായാലും ഞങ്ങൾ അവിടുന്ന് ഒരു ചെറിയ ഇരുമ്പിന് ഒരു കട്ടിലുണ്ട്, കുറച്ച് ഗോസ്പൽ പാക്കറ്റും ആ സാധനങ്ങളെല്ലാം കൊണ്ട് ഞങ്ങൾ വേറൊരു പോലെ 6 മാസം കൊണ്ട് 6 വീട് ഞങ്ങൾ മാറി. അവിടുന്ന് വേറൊരു വീട്ടിലേക്ക് മാറി. ആ വീട്ടിൽ പോയി ഒരു വീടെടുത്തു. അന്ന് 600 രൂപയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന സപ്പോർട്ട്, 400 രൂപ വീട്ടുവാടക. ആ എടുത്ത വീട് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് മനസ്സിലായത്, യെശയ്യാവിന്റെ പുസ്തകം 14 അധ്യായത്തിൽ ഈ പിശാജ് നരകത്തിലെ പുഴുക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു അവസ്ഥ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ രാത്രി മുഴുവനും പുഴുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. പിന്നീടാണ് മനസ്സിലായത്, ഞങ്ങൾ കിടക്കുന്ന മുകൾ വശത്തായിട്ട് ഈ പശുക്കൾക്ക് കൊടുക്കുന്ന ഒരുതരം ആഹാരമുണ്ട്. ഈ ഗോതമ്പിന്റെ അതെല്ലാം അവർ കട്ട് ചെയ്ത് പൗഡർ പോലെയാക്കി അതിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക വിശാലമായിട്ട്. അതിൽ നിന്ന് പുഴുക്കൾ നിറഞ്ഞ് താഴോട്ട് വീണോട്ടിരിക്കുക. 400 രൂപ കൊടുത്തും പോയി. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു ചിന്തിച്ചിട്ട് ഒരു പിടുത്തമല്ല. വേറെ റൂം എടുക്കണമെങ്കിൽ അതിന് വേറെ പൈസ ഇല്ല. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാലും 1 മാസം ഞങ്ങൾ പുഴുക്കളോടൊപ്പമായിരുന്നു ഞങ്ങളുടെ ജീവിതം. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞങ്ങൾക്ക് രാത്രി പോലും ഉറങ്ങാൻ പറ്റാതെ പുഴുക്കൾ ഇങ്ങനെ പുതപ്പ് പോലെ കയറി നടക്കുമായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു അന്ന് സഹിക്കാനായിട്ട്. ഏതായാലും 1 മാസം സഹിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്തേക്ക് മാറി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ചോട്ടി കർഗോൺ എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ താമസം മാറ്റി അങ്ങോട്ട് മാറി. അവിടെ ഞങ്ങൾ ചെന്ന് താമസിക്കുന്നത് ഇപ്പോൾ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭീഷണിപ്പെടുത്തി വിട്ടു. ഇനി ഈ പ്രദേശത്ത് താമസിക്കരുത്, ഇവിടുന്ന് വിട്ടുപൊക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഓടിച്ചു വിട്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു മണ്ഡലേശ്വരം കഴിഞ്ഞ് 4 കിലോമീറ്റർ അപ്പുറം ചോട്ടി കർഗോൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി താമസിച്ച് ഞങ്ങൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇവിടെ ഒരു സഭയോട് സ്ഥാപിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ തീരുമാനമെടുത്ത് ഞങ്ങൾ അവിടെ ശക്തമായി പ്രവർത്തിച്ചു. അവിടെ പട്ടിണി എന്ന് പറഞ്ഞാൽ അതുപോലെ പട്ടിണി. ഞാൻ പറഞ്ഞല്ലോ, അവിടെയും വാടക ഇത്രത്തോളം വാടക 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 200 രൂപ കൊണ്ട് ഒരാഴ്ച പോലും കഴിയാനുള്ള പൈസ ഇല്ല, പിന്നെ തീർന്നു. പിന്നെ ഞാൻ ഗോസ്പൽ പാക്കറ്റ് കൊണ്ട് ഓരോ ഗ്രാമങ്ങൾ തോറും 1 രൂപയുടെ ഗോസ്പൽ പാക്കറ്റ് കൊടുക്കും. അപ്പോൾ ഒരു ഗോസ്പൽ പാക്കറ്റ് കൊടുത്ത് 1 രൂപ കിട്ടും. അപ്പോൾ ചിലപ്പോൾ 2ഉം 3ഉം ഗ്രാമത്തിൽ പോയി വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ 5 ഗോസ്പൽ പാക്കറ്റ് ആയിരിക്കും ആളുകൾ വാങ്ങിക്കുക. അങ്ങനെ അതിൽ കിടന്ന് 5 രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നെനിക്കൊന്ന് 2 രൂപയെ കണ്ട് 1 കിലോ ഗോതമ്പിനാണ്, പഴയ ഗോതമ്പ്. ആ ഗോതമ്പ് 1 കിലോ വാങ്ങിക്കൊണ്ട് വരും. അപ്പൊ എൻ്റെ ഭാര്യ ആ ഗോതമ്പിൻ്റെ അകത്തുനിന്ന് വേസ്റ്റ് ഉണ്ട്, ഈ ഹിന്ദിയിൽ ഭൂസ എന്ന് പറയും. ആ വേസ്റ്റ്, അതിൻ്റെ അകത്ത് മണികളുണ്ട്. ആ വേസ്റ്റ് ഇങ്ങനെ പാറ്റിപ്പറക്കി ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തിട്ട് ഇങ്ങനെ. ഞാൻ ചോദിക്കും, എന്തിനാ ഈ വേസ്റ്റ് ഇങ്ങനെ പറക്കി കൂട്ടി വെക്കുന്നത്? അത് കളഞ്ഞുകൂടെയോ? ഓ, ഇരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞ് ആ വേസ്റ്റ് ഇങ്ങനെ പറക്കി കൂട്ടി ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് ഇങ്ങനെ കൂട്ടി വെക്കുക. അങ്ങനെ ചില ദിനരാത്രികൾ കഴിഞ്ഞു പോയി. ഒരു പ്രാവശ്യം നോക്കി കഴിഞ്ഞപ്പോൾ ഗോസ്പൽ പാക്കറ്റ് കൊണ്ടുപോയി ഗ്രാമങ്ങളിൽ പോയി ഒരൊറ്റ ആൾ പോലും ഗോസ്പൽ പാക്കറ്റ് വാങ്ങിച്ചില്ല. നിരാശനെ മടങ്ങി വന്നു. അപ്പൊ 1 ദിവസമായി 2 ദിവസമായി ആഹാരമില്ല, പട്ടിണിയുടെ പട്ടിണി. ചായ കുടിക്കാൻ ചായപ്പൊടിയില്ല, പഞ്ചസാരയില്ല, അരിയില്ല, ഒരു സാധനവുമില്ല. 2 ദിവസമായിട്ട് പട്ടിണി. ആ പട്ടിണി ആയിട്ട് തന്നെയാണ് ഈ സൈക്കിൾ ചവിട്ടി പോകുന്നത്. അന്ന് സൈക്കിളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ, കർത്താവിന് എന്തു ചെയ്യും? വീട്ടിൽ വന്ന് ചിന്തിച്ചിട്ട് ഒന്നും പിടുത്ത് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മിനി, നീ വേസ്റ്റ് പെറുക്കി വെച്ചിരുന്ന ആ ഒരു കൂടുണ്ട്, അതിന് എടുത്തേ. അപ്പൊ മിനി ആ കൂട് എടുത്തിട്ട് വന്നു. ഞാനത് കുടഞ്ഞിട്ടു. ഞാൻ അതിനകത്ത് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്മി അതിനകത്ത് ഓരോ ഗോതമ്പ് മണികളിലേക്ക് മാറ്റി നോക്കി. 1 പിടി ഗോതമ്പ് മണി കിട്ടി. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോൾ സന്തോഷമാണ്. ഞാൻ ആ 1 പിടി ഗോതമ്പ് മണി, ഈ 1 പിടി ഗോതമ്പ് മണി നമ്മൾ എവിടെ കൊണ്ടുപോയി പൊടിപ്പിക്കുന്നത്? മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, കുക്കറിനകത്ത് നമുക്ക് വേവിച്ച് തിന്നാം. അങ്ങനെ കുക്കർ എടുത്തു. കുക്കറിൻ്റെ അകത്ത് ഈ 1 പിടി ഗോതമ്പ് മണി കഴുകി കുക്കറിലിട്ടു.
ഇച്ചിരി വെള്ളം ഒഴിച്ച്, അന്ന് കെറോസിൻ മണ്ണെണ്ണ സ്റ്റൗവിൽ വെച്ച് വേവിച്ചു. ഒരു 5-6 വിസിലടിച്ചു കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് റബ്ബർ പോലെ കിടക്കുക, വേകുന്നില്ല. പിന്നെ കുറച്ച് വെള്ളമോടൊക്കെ ഒഴിച്ച് പിന്നെയും വേവിക്കാൻ നോക്കി. ആദ്യം വെച്ച വെള്ളം തീർന്നു. ഒരു 10-25 വിസിലടിച്ചു. എന്നിട്ട് ഒരു വിധമൊക്കെ വെന്ത് കിട്ടി. പിന്നെ അത് വേഗാതെ വന്നു കഴിഞ്ഞപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പനിലേക്ക് ഈ ഗോതമ്പ് ഇട്ട് ഞാനൊക്കെ ചതച്ചിട്ട് പിന്നെ അത് ഇച്ചിരി വെള്ളം കൂടി കൂട്ടി ഇച്ചിരി ഉപ്പിട്ട് ഞാനും ഇനിയും 2 പാത്രത്തിലാക്കിയിട്ട്, അത് തിന്നാൻ പറ്റത്തില്ല, അത് കുടിക്കാനേ പറ്റത്തുള്ളൂ. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ ഈ ആഹാരത്തിനായി നന്ദി സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതങ്ങ് കുടിച്ചു. അപ്പൊ 2 ദിവസത്തിന് ശേഷമായി ഞങ്ങൾക്ക് ലഭിച്ച ആഹാരം അതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗോസ്പൽ പാക്കറ്റ് വിട്ട് കഴിഞ്ഞപ്പോൾ 1 രൂപ 2 രൂപ 2 ഗോസ്പൽ പാക്കറ്റ് വാങ്ങി. ആ 2 രൂപയ്ക്ക് പിന്നെ 1 രൂപ കൊണ്ടുപോയി. അപ്പോൾ സാധനം കഴിക്കാനൊന്നുമില്ല. ഈ ടോസ്റ്റ് പറയും ഈ റസ്ക്. എനിക്കൊന്ന് 1 രൂപയ്ക്ക് എനിക്ക് 4 6 റസ്ക് കിട്ടി. അപ്പൊ ഒരു ദിവസത്തെ മുഴുവൻ ആഹാരം ആ 6 റസ്ക് കൊണ്ട് ഞാനും ഇനിയും പകുതി അത് കഴിച്ച് വെള്ളം കുടിച്ച് ജീവിച്ചു. അത് ഒരു പ്രാവശ്യമല്ല, അങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ 1 രൂപയ്ക്ക് റസ്ക് വാങ്ങി ഞങ്ങൾ അന്ന് കഴിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ പട്ടിണിയിലൂടെ കടന്നുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഒരു കസേരയോ സ്റ്റൂളോ ഇല്ല. ഈ ഗോസ്പൽ പാക്കറ്റ് ഉള്ള ആ പാക്കറ്റിനകത്ത് ഞങ്ങൾ മുകളിൽ ഒരു പേപ്പർ വിരിച്ചിട്ട് അതേലിരിക്കാൻ പറയും, അതിലിരിക്കും. അങ്ങനെ വന്ന ഗസ്റ്റൊക്കെ അതിലിരുന്ന് സംസാരിച്ച് അവരെ തിരിച്ചു. ഒരിക്കൽ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ വന്നു. അപ്പൊ ഒരു ചെറിയൊരു മുറിയേ ഉള്ളൂ. അപ്പോ ഞാനും ഇനിയും ഒരു സൈഡിൽ കിടന്നു. അപ്പൊ കിടക്കാൻ അന്ന് ബെഡ്ഷീറ്റ് ഇല്ല. അപ്പൊ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളൊരു 5-6 പേപ്പർ അങ്ങ് വിരിച്ചു. അതിൽ ഞങ്ങൾ കിടന്നു. ഒരു ഷീറ്റ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ല. ഒരു ഷീറ്റ് ഞങ്ങളുടെ ലീഡറിന് കിടക്കാൻ പുള്ളി കൊടുത്തിട്ട് ബാക്കിയുള്ള പേപ്പർ വിരിച്ച് വെച്ചാൽ ഞങ്ങൾ ആ പേപ്പറിൽ കിടന്നു. അപ്പൊ പുള്ളി പറഞ്ഞത് എടുത്തു, വേണ്ട പാസ്റ്റർ എന്താ കിടന്നാൽ മതി. പാസ്റ്റർ ഞങ്ങൾ ആ ഷീറ്റിൽ കിടത്തിയിട്ട് ഞങ്ങൾ പേപ്പർ വിരിച്ച് കിടന്നു. വേറെ ഷീറ്റ് ഞങ്ങൾക്ക് ഇല്ല കിടക്കാനായിട്ട്. അങ്ങനെ പുള്ളിയും സന്തോഷമായി. ആഹാരമൊന്നുമില്ല. അന്നൊക്കെ അതുപോലെ പട്ടിണിയിലും പ്രയാസത്തിലായി പുള്ളി ആഹാരമൊക്കെ ഞങ്ങൾക്ക് മേടിച്ചു തരികയും അങ്ങനെ സന്തോഷമായ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ താമസിച്ച് പുള്ളി അവിടെ നിന്ന് വിട്ടുപോയി. ആ ദേവദാസനും അതുപോലെ തന്നെ പ്രയാസത്തിലൊക്കെ ആയിരുന്നു. പുള്ളിക്ക് ഞങ്ങളെ സഹായിക്കുന്നതും അതുപോലെ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും പുള്ളിക്കും ഇല്ല. പുള്ളി എനിക്ക് വന്ന പുള്ളിക്ക് ഒരു മോട്ടോർ സൈക്കിളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അതുപോലെയുള്ള ദാരിദ്ര്യത്തിൽ ആ പുള്ളി കഴിഞ്ഞു പോകുന്നത്. ഏതായാലും ഞാൻ ഒരു ദിവസം പോലും ഇരിക്കത്തില്ല. ആ സൈക്കിൾ കൊണ്ട് മഹേശ്വർ എന്ന് പറഞ്ഞ തഹസിൽ ഞാൻ അന്ന് എഴുതി വെക്കുന്നു. ഓരോ ഗ്രാമത്തിൽ പോകുമ്പോൾ അതെല്ലാം എഴുതി വെക്കും. 120 ഗ്രാമങ്ങളിൽ കടന്നുപോയി ഗോസ്പൽ പാക്കറ്റുകൾ ആളുകൾ കൊടുത്തു. അത് എത്ര പേര് വായിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ പറയട്ടെ, ആ മഹേശ്വർ തഹസിലിൽ അവിടെയുള്ള ലോക്കൽസ് പോലും ഇത്രയും ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തണുപ്പത്തും ചൂടത്തും മഴയത്തെല്ലാം കടന്നുപോയി 120ഓളം ഗ്രാമത്തിൽ കടന്നുപോയി ഈ ഗോസ്പൽ പാക്കറ്റുകൾ കൊടുക്കാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് പറയട്ടെ, ഇന്ന് ആ ഭാഗത്തൊക്കെ ഞാൻ പോയ ഓരോ ഗ്രാമത്തിലും കർത്താവിനെ അറിയുന്ന, കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ദൈവജനം അവിടെ ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ആ സ്ഥലത്താണ് പല ദേവദാസനും പറഞ്ഞതാണ്, IT എന്ന സംഘടന ഏറ്റവും വലിയ ഒരു സഭയാണ് ഈ എളിയവൻ ചോട്ടിക്കലിൽ സ്ഥാപിച്ച ആ സഭ. അത് അതിന് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ വളരെ പട്ടിണിയോടെ പ്രയാസത്തോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് ദൈവം വളരെ ശക്തമായി ആ പ്രദേശത്ത് തന്നെ അനുഗ്രഹിച്ചു. ഇന്ന് അവിടെ ഒറ്റ വിശ്വാസികളും പട്ടിണിക്കാരില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ദൈവം അവിടെ തന്നു. അതിനുശേഷമായിട്ട് അപ്പൊ അവിടെ ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മോനുണ്ടാകും. ഞങ്ങൾ മൂത്ത മോൻ അവിടെ ആയിരിക്കുമ്പോൾ മൂത്ത മോൻ ഞങ്ങൾ ജനിച്ചു. അങ്ങനെ വളരെ സന്തോഷമായ രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷം ഞങ്ങൾ കർത്താവിന് കൂടുതൽ നന്ദി കരയറ്റി. അങ്ങനെ അവന് പോലും ശരിയായിട്ടുള്ള ആഹാരം കൊടുക്കാനൊന്നും പറ്റാത്ത അവസരമായിരുന്നു. ഏതായിരുന്നാലും ദൈവം ബലപ്പെടുത്തി, ദൈവം സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ ബഡുവാഹ എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്തേക്ക് അവിടുന്ന് ഞങ്ങൾ താമസം വരെ അങ്ങോട്ട് മാറി.
അവിടെ ഒരു 5-8 വർഷം ഞങ്ങൾ പ്രവർത്തിച്ചു. അവിടുത്തെ ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വളരെ പട്ടിണിയിലെയും പ്രയാസമെല്ലാം അവിടെ അനുഭവിക്കേണ്ടി വന്നു. അവിടെ പ്രവർത്തനം ഒന്നും നടക്കുന്നില്ല. ആരും ദൈവമായിട്ടൊരു ബന്ധത്തിൽ വരുവാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ വളരെ ഡ്രൈ ആയൊരു അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ ഇരുന്ന ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ തീരുമാനം, കർത്താവ് ഞാനൊരു 40 ദിവസം ഉപവസിക്കാൻ പോവുകയാണ്, എനിക്ക് ആത്മാക്കൾ തരണം. അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. ഒരു 40 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. അതിന് ഓർമ്മ ശരിയായ 2000-ലാണ് ഞങ്ങളുടെ താമസിക്കാൻ കടന്നു പോകുന്നത്. അങ്ങനെ 40 ദിവസം ഉപവാസം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നാട്ടിലേക്കൊക്കെ തിരിച്ചു, നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടുകാർ എന്നെ കണ്ടപ്പോൾ ചോദിക്കുക, എടാ ഈ അസ്ഥി പഞ്ചരമായിട്ട് നീ വരുന്നേ, ഇങ്ങനെയാണോ നീ ഇവിടുന്ന് പോയത്? ഇതെന്തോ കോലവാ എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മമ്മയെ ഉപവാസത്തിലായിരുന്നു, അതുകൊണ്ടാണ്. ഇതുപോലെയൊക്കെ ഉപവസിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വഴക്ക് പരമായിരുന്നു. കാരണം 40 ദിവസം ഉപവാസം കഴിഞ്ഞ് വളരെ അസ്ഥിപഞ്ചരമായുള്ള അവസ്ഥയിലൂടെ ആ നാട്ടിൽ കിടന്നിരുന്നത്. അങ്ങനെ 40 ദിവസം ഉപവാസം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ 2ാമത്തെ വർഷം പിന്നെയും ഒരു 40 ദിവസം പിന്നെയും ഉപവാസം എടുത്തു. അങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചു. 2ാമത്തെ പ്രാവശ്യം 40 ദിവസം ഉപവാസം എടുത്ത് പകലും രാത്രി ഒന്നും ആഹാരം കഴിക്കാതെ ശക്തമായിരുന്നു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടും ചില മാസങ്ങൾ കഴിഞ്ഞിടത്തും യാതൊരു മാറ്റങ്ങളും വരുന്നില്ല. 3ാമത്തെ പ്രാവശ്യം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇനി ഇവിടെ ആത്മാക്കൾ കടന്നു വരുന്നില്ല എങ്കിൽ ഞാൻ ഇവിടെ പട്ടിണി ഇരുന്ന് ഞാൻ ഇവിടെ അങ്ങ് മരിക്കും. ഞാൻ ഉപവാസം 40 ദിവസം എന്ന് പറയുന്നില്ല, ആ 40 ദിവസം കഴിഞ്ഞാലും 60-80 ആയാലും ഞാൻ ആഹാരം കഴിക്കത്തില്ല. ഞാൻ അങ്ങനെ ഉപവസിച്ച് ഞാൻ മരിക്കും. അതല്ല എങ്കിൽ നീ എന്നെ ശക്തമായി എന്നെ സന്ദർശിക്കണം, എനിക്കൊരു അടയാളം തരണം, നീ എന്നെ ശക്തമായി എന്നെ ഉപയോഗിക്കണം. അതല്ല എങ്കിൽ ഞാൻ ഇവിടെ എഴുന്നേക്കത്തില്ല, ഞാനിവിടെ പട്ടിണിയല്ല ഉപവസിച്ച് ഞാനങ്ങ് മരിക്കും എന്ന് ഞാൻ കർത്താവിനോട് അങ്ങനെ ഒരു തീരുമാനം ഞാനങ്ങ് പറഞ്ഞു. അതൊരു എൻ്റെ എന്തോ പറയാ, ചിലപ്പോൾ എനിക്ക് എൻ്റെ ഒരു അമർഷമോ അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷമം കൂടിയാണെന്ന് ചിന്തിച്ചോളൂ. എന്നാൽ ഉപവസിക്കാൻ ഒരു 30 ദിവസമായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പകല് ഒരു 3 മണിയായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഫ്രണ്ടിൽ വാതെല്ലാം അടഞ്ഞു കിടക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അജാനുബായ ഒരു വ്യക്തി അടഞ്ഞ വാതിലൂടെ അകത്തു വന്നു. നേരെ വന്ന് എന്റെ കഴുത്തിന് കുത്തിയാൻ പിടിച്ചു. അപ്പൊ ഞാനിപ്പോൾ മരിക്കുമെന്നുള്ള അവസ്ഥയായി. ഞാൻ ആകെ വെപ്രാൾപ്പെടുകയാണ്. ഏതായിരുന്നാലും ഞാൻ ശക്തമായി ഉള്ളിന്റെ ഉള്ളിൽ അങ്ങ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഏത് ശക്തിയാ എന്നെ ആക്രമിക്കുന്നേ, എനിക്കിത് ജീവൻ തരണമേ, എന്നെ ശക്തീകരിക്കണമേ, ആത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പറഞ്ഞു ശക്തമായി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി, വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലൊരു ശക്തി എന്നെ മേൽ വ്യാപരിച്ചു. ഞാൻ ചാടി എന്നൊരു ഒറ്റ ചവട്ട ആ വ്യക്തിയെ. ഞാൻ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന അറിഞ്ഞുകൂടാ, ഒരു വ്യക്തിയെ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ സ്പർശനം നമുക്ക് അറിയാമല്ലോ, അതുപോലെ ഒരു സ്പർശനം അനുഭവിക്കുന്ന എനിക്ക് തോന്നി. ഞാൻ ഒരു വ്യക്തിയെ ചവിട്ടിയതുപോലെ, അദ്ദേഹത്തെ ശരീരത്തെ കൊണ്ടതുപോലെ ഏക്തം പുള്ളി പോയി അങ്ങ് മലന്നടിച്ച് അങ്ങ് വീണു. എന്നിട്ട് എഴുന്നേറ്റ് ഞാൻ അങ്ങ് ക്രൂരമായി നോക്കിയിട്ട് അവിടുന്ന് വിട്ടങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞാൻ ആകെ വേർതൊലിച്ചു, ആകെ വേർത്ത് ഭയങ്കര വെപ്രാളത്തിലായി. ഞാൻ മിനിയെ വിളിച്ചു, മിനി വാ, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. അങ്ങനെ അന്ന് വൈകിട്ട് ഞങ്ങള് അടുത്തുള്ള വേറൊരു മലയാളി വീട്ടിൽ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ച്, ഉപവാസം തന്നെയാണ്, അദ്ദേഹവുമായിട്ട് അല്പനേരം പ്രാർത്ഥിക്കാന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാലെടുത്ത് വെക്കുകയും ആ വീട്ടിൽ ഒരു പ്രവാചകനായ ദൈവദാസൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പ്രേസലോട് പോലും പറഞ്ഞില്ല, നേരെ വന്ന് എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് ഒരൊറ്റ പ്രവചനമാണ്. ഒരു 10-15 മിനിറ്റ് അദ്ദേഹം ഇവിടെ പ്രവചനമായിരുന്നു. ദേവദാസനെ, ഇവിടെ വന്ന് വർഷങ്ങളായിട്ട് നീ അധ്വാനിക്കുന്നതിനൊക്കെ വളരെ പ്രയാസം ആയിരിക്കുന്ന ദൈവം നിന്നെ ശക്തമായി മാനിക്കാൻ പോവുകയാണ്. ഇന്ന് പകലിൽ ഈ ഏരിയയിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ ദൈവം പരാജയപ്പെടുത്തി. അവിടെ നിന്റെ ഉപവാസം പരാജയമല്ല, ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് അനേക ആത്മാക്കൾ തരാൻ പോകുന്നു. വലിയ അത്ഭുതങ്ങൾ നടക്കും. അങ്ങനെ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നു പറഞ്ഞ ഒരു ഭയങ്കര ഒരു ആത്മീക പ്രവചനം താൻ എന്റെ പേരിൽ കൈവച്ച് പ്രവചിക്കേണ്ടതായി. ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ അങ്ങ് അത്ഭുതപ്പെട്ടു. ദൈവത്തിന്റെ ഒരു വലിയ അടയാളം തന്നെയായിരുന്നു എനിക്കാണ് ലഭിച്ചത്. അങ്ങനെ സന്തോഷത്തോടെ മടങ്ങി വന്നു.
അങ്ങനെ 40 ദിവസം ആ ഉപവാസം പൂർത്തീകരിച്ചു. അതിനുശേഷം പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ദൈവം ശക്തമായി അവിടെ ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു മദ്യപനായ വ്യക്തി വന്നു, ഭൂതം ബാധിച്ചതായിരുന്നു, വിടുതൽ പ്രാപിച്ചു. അതൊരു ആരംഭമായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നൂറുകണക്കിന് ആളുകൾ, എത്രയോ 100-200 കിലോമീറ്റർ ദൂരത്തുള്ള ആളുകൾ വരാൻ തുടങ്ങി. പലവിധമായ രോഗികൾ, ദുഷ്ടാത്മാവ് ബാധിച്ചവർ, കൈവിഷത്തിന്റെ ബന്ധനത്തിലുള്ളവർ, ഭ്രാന്തി പിടിച്ചവർ, അങ്ങനെ നിരവധി ആളുകൾ കടന്നു വന്ന് വിടുതൽ പ്രാപിച്ചു പോകാൻ തുടങ്ങി. ഞങ്ങൾക്ക് ആഹാരം പോലും കഴിക്കാൻ സമയമില്ലാത്ത രീതിയിൽ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ നിമാട് എന്ന് പറഞ്ഞ ഒരു റീജിയൻ, ഇവിടെ എല്ലാം പോയി പ്രവർത്തനം ആരംഭിക്കുവാനും ആയിരക്കണക്കിന് ആളുകൾ കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരു ശക്തമായ ആത്മിക റിവൈവൽ തന്നെ അവിടെ തുടങ്ങാൻ ഇടയായി. ഒരുപാട് ഭൂതങ്ങൾ വിട്ടുപോകാനും. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരു മായ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഞങ്ങള് അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വന്ന് ആ സ്ത്രീ തിരിച്ചുപോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മരിച്ചു എന്ന വാർത്ത കേൾക്കാനിടയായത്. രാത്രി ഒരു 1:30 ആയപ്പോൾ ഞങ്ങളുടെ അടുക്കൽ ആള് വന്ന് പറഞ്ഞു, ആ സിസ്റ്റർ മരിച്ചു പോയെന്ന്. അപ്പൊ എൻ്റെ കൂടെ വേറൊരു സഹോദരനുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ആ സഹോദരനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരത്തി മരിച്ചു കിടക്കുക. അപ്പൊ അവരെല്ലാം വീട്ടുകാരെല്ലാം ഈ സഹോദരിയെ ശരീരത്തെ ദഹിപ്പിക്കാനായിട്ട് അതിന്റെ വിറകും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം അവർ പ്രിപ്പയർ ചെയ്യുക. എനിക്ക് ഒത്തിരി വിഷമം തോന്നി. വളരെ നല്ലൊരു സഹോദരിയായിരുന്നു. ഞാനും എൻ്റെ കൂടെയുള്ള ആ സഹോദരനും ആ മരിച്ച ശവത്തിൽ ഞങ്ങൾ കൈവച്ച് ഒരു 1/2 മണിക്കൂർ ശക്തമായിട്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. കർത്താവെ, നീ ജീവിക്കുന്ന ദൈവം ഞങ്ങൾ അറിയുന്നു. ഈ അന്യജാതിക്കാരായ ജനം അറിയുവാനായി നീ ജീവനുള്ള ദൈവം എന്നവർ അറിയുവാൻ ഇടയായി തീരണമെന്ന് പറഞ്ഞു ശക്തമായി കണ്ണുനീരോടെ ഒരു 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഒരു 2-3 പ്രാവശ്യമൊക്കെ തുമ്മി ചാടി എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാൻ തുടങ്ങി. എന്നെ കണ്ടപ്പോൾ ദൈവദാസനാന്ന് കർത്താവദാസൻ എപ്പോഴാ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ ഞാൻ വന്നാന്ന് പറഞ്ഞു. ഈ സഹോദരി ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള എല്ലാവരും ഓടിക്കൂടി. അന്നേരം വാർത്ത പറഞ്ഞു, ആ ചുറ്റുപാട് ഉള്ള രാത്രി തന്നെ ആളുകളെല്ലാം കൂടി മരിച്ച മായ ജീവിച്ചെഴുന്നേറ്റു എന്ന് പറഞ്ഞുള്ള വാർത്ത അവിടെ അങ്ങ് പറഞ്ഞു. 100 കണക്കിന് ആളുകൾ അവിടെ അങ്ങ് കൂടി. ഏതായിരുന്നാലും അവര് അതുപോലെ ഞങ്ങൾ ആദരിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിപ്പോ രാത്രി പോവാണ്. രാത്രി 1:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. ആ സഹോദരി ഏറിയ വർഷം സഹോദരി മരിച്ചുപോയി. ഏറിയ വർഷം ജീവിച്ച് വിശ്വാസത്തിൽ കർത്താവിന് വേണ്ടി വളരെ സമർപ്പണത്തോടെ ജീവിച്ച ഒരു സഹോദരി. അങ്ങനെ ആ ഒരു മരിച്ച ഒരു സഹോദരിയെ ദൈവം ഞങ്ങളുടെ കൺമുന്നിൽ എഴുന്നേൽക്കാനായി ദൈവം വഴിയൊരുക്കി. ഞാൻ പറയട്ടെ, ഇന്നും എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. രോഗത്താൽ ഭാരപ്പെടുന്നവരോ അല്ലെങ്കിൽ മരണകരമായ പരിസ്ഥിതിയെ പോലും നിങ്ങൾ ആ വെല്ലുവിളിയെ നിങ്ങൾ നേരിടുന്നവരാണെങ്കിലും ജീവിക്കുന്ന യേശു എന്നുള്ള തൊടും അവൻ പൂർണ്ണമായും സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന ദൈവമെന്ന് ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സുശേഷ വേലയിൽ ഇപ്രകാരം കർത്താവ് ഞങ്ങളെ വളരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചത്, ഞങ്ങൾ ആ ബിടുവ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഞങ്ങൾ വർക്ക് ചെയ്തിരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടാമത് ഞങ്ങളുടെ മോള് ഞങ്ങൾക്ക് ജനിക്കുന്നത്. ഞങ്ങളുടെ രണ്ടാമത്തെ മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ആഹാരം കൊടുക്കാൻ വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു. പലപ്പോഴും പട്ടിണി. എനിക്ക് പോലും വിഷമം തോന്നില്ല, എന്ത് ചെയ്യും. അപ്പൊ അങ്ങനെ ഇടയ്ക്കൊക്കെ ആഹാരം കഴിക്കും, അങ്ങനെ രീതിയിലൊക്കെ ആഹാരം കഴിച്ച് പോന്നു. മിനി പ്രഗ്നന്റ് ആയി ഒരു 7 മാസം ഒക്കെ ആയപ്പോഴേക്കും മിനിക്ക് പെയിൻ തുടങ്ങി. അങ്ങനെ മിനിയെ പിന്നെ നാട്ടിലേക്ക് വിട്ടു. 7ാമത്തെ മാസം മിനി പ്രസവിച്ചു. ഡോക്ടർമാർ വഴക്ക് പറഞ്ഞു, ഇങ്ങനെയാണോ ഒരു ഗർഭിണിയായ സ്ത്രീയെ നിങ്ങൾ പരിചരിക്കേണ്ടത്? നിങ്ങൾ ഇതിന് ആഹാരം കൊടുത്തില്ലേ? നമുക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് അതിൻ്റെ വകയില്ലായിരുന്നു, പറയാൻ പറ്റത്തില്ല. ഏതായിരുന്നാലും ഒരു കുഞ്ഞ് ജനിച്ചു. അതൊരു പെൺകുഞ്ഞായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തരണമേ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു പെൺകുഞ്ഞിനെ കിട്ടിയതാണ്.
ആ വാർത്ത മോള് നാട്ടിൽ ജനിച്ചത്. ആ വാർത്ത കേട്ടപ്പോൾ ഞാൻ വളരെ സന്തോഷവാനായി. കാരണം എൻ്റെ അനിയന് 2 മക്കള്, എൻ്റെ പെങ്ങൾക്ക് 2 മക്കള്, എനിക്ക് ആദ്യം ഉണ്ടായ മൂത്ത മകൻ, രണ്ടാമത് ഈ പെങ്ങും ജനിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിൽ ആദ്യം ഉണ്ടായ പെൺകുട്ടി. ഞാൻ വളരെ സന്തോഷവാനായി, കർത്താവിന് നന്ദി പറഞ്ഞു. പക്ഷേ ദുഃഖമെന്ന് പറയട്ടെ, ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞ് ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ 7ാമത്തെ മാസം ജനിച്ചു. 1 കിലോ 400 ഗ്രാം മാത്രമേ വെയിറ്റ് ഉണ്ടായിരുന്നു. വീക്കൻസ് കൊണ്ട് മുലപ്പാൽ പോലും ആ കുഞ്ഞിന് ഡൈജസ്റ്റ് ആകാത്തിരുത്, അതും വോമിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു വളരെ പ്രയാസപ്പെട്ട് ആ കുഞ്ഞ് ജീവിച്ചു. ഹോസ്പിറ്റലിൽ 1-2 ആഴ്ചയൊക്കെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ വെച്ച് അവര് പരിചരണമൊക്കെ ചെയ്ത് കുഞ്ഞ് അവിടെ പിന്നെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞ് 2-3 മാസത്തിന് ശേഷം പിന്നെ ഞാൻ വടക്കേന്ത്യക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നു. ഇവിടെ വന്നതിന് ശേഷം 4ാമത്തെ മാസം മുതൽ കുഞ്ഞിന് 6ാമത്തെ മാസം മുതൽ കുഞ്ഞിന് ഈ വീക്കൻസ് കൊണ്ട് ഫിറ്റ്സ് വരാൻ തുടങ്ങി. ആ ഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ കണ്ണെല്ലാം ഇങ്ങനെ മുകളിലേക്ക് പോയി, കൈ കാലുകളൊക്കെ ഇങ്ങനെ കോച്ചി വലിച്ച് എന്തോ പറയാ, ഈ അട്ട ചുരുളുന്ന പോലെ ഈ കുഞ്ഞങ്ങ് ചുരുണ്ടുകൂടും. ഒരു ജന്മം നൽകിയ പിതാവിനും മാതാവിനും ആ കാഴ്ച കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയം തകർന്നു പോകും. ഞങ്ങൾ കർത്താവെ, ഞങ്ങൾക്കിത് കാണാൻ പറ്റത്തില്ല. ശക്തമായിരുന്നു പ്രാർത്ഥിച്ചു. അനേക ദേവദാസന്മാർ വന്നു പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും കുഞ്ഞിങ്ങനെ വീക്ക് ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ 14 മാസം ഈ കുഞ്ഞ് ഞങ്ങളോടൊപ്പം ജീവിച്ചു. ആ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയപ്പോഴേക്കും ഒത്തിരി സീരിയസ് ആയി. കുഞ്ഞിനെ ഇൻഡോറിലുള്ള ഒരു ചൈത്രം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. 6,000 രൂപ, അന്നൊക്കെ 6,000 രൂപ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാന്ന് പറഞ്ഞാൽ ധനാഢ്യരൊക്കെ അന്ന് ഇത്തരം പൈസ ചെലവഴിക്കത്തുള്ളൂ. അപ്പൊ അത്രമാത്രം ഒരു ഭാരിച്ച ഒരു തുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് അന്ന് 6,000 രൂപ അടയ്ക്കുക. പക്ഷെ ദൈവം അത്ഭുതമായി അന്ന് ഞങ്ങളെ സൂചിച്ച ഒരു മലയാളി നേഴ്സ് അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് ഞങ്ങളുടെ ബില്ലെല്ലാം ആ പുള്ളിക്കാരത്തെ അടച്ചു. അവിടെ ചെന്നുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സിസ്റ്റർ ഞങ്ങളുടെ അവസ്ഥ ഒരു പാസ്റ്റർ ആണെന്ന് അറിഞ്ഞ് ആ ബില്ല് ആ സിസ്റ്റർ ഞാൻ ചോദിച്ചു കഴിഞ്ഞ് പറഞ്ഞു ഒരു സിസ്റ്റർ അടച്ചെന്ന് പറഞ്ഞു. ആ സിസ്റ്റർ ഞങ്ങൾ പോലും പറഞ്ഞില്ല ആ പുള്ളിക്കാരത്തെ അടച്ചെന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അത്ഭുതം ദൈവം ചെയ്തു. അങ്ങനെ 14 മാസം ഗ്ലാഡിസ് എന്ന ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളോട് ജീവിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ പ്രയാസപ്പെടുത്തിയ ഒരു അവസ്ഥയായിരുന്നു അത്. ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു പെൺകുഞ്ഞ്. അങ്ങനെ ഞങ്ങളെ ബടുവ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു. നാട്ടിൽ നിന്നും ആരും വരാൻ പറ്റിയൊന്നും ആവശ്യമൊന്നുമായിരുന്നു. കാരണം 2-3 ദിവസമൊക്കെ യാത്ര ചെയ്ത നാട്ടിൽ നിന്ന് അവിടെ വരാനൊന്നും ആർക്കും പറ്റത്തില്ലായിരുന്നു. ഏതായിരുന്നാലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആരും ഞങ്ങളുടെ കുഞ്ഞിന്റെ ശവടക്കലിന് വരാൻ ഇടയായില്ല. എന്തായിരുന്നു അവിടെയുള്ള കുറച്ച് മലയാളികളും ഒക്കെ കൂടി കത്തോലിക്കരുടെ ഒരു ശവക്കുടലിൽ കുഞ്ഞിനെ ഞങ്ങള് വടക്കേന്ത്യയുടെ മണ്ണിൽ തന്നെ ഗ്ലാഡിസ് എന്ന ഞങ്ങളുടെ കുഞ്ഞിനെ അവിടെ അടക്കം ചെയ്തു. അത് ഞങ്ങളെ രണ്ടുപേരെയും തളർത്തി. ഞങ്ങൾ കർത്താവെ, ഞങ്ങള് കേരളത്തിലെ നല്ല ആഹാരവും അവിടുത്തെ ആ അവസ്ഥകളെല്ലാം വിട്ട് ഞങ്ങൾ ഈ വടക്കേന്ത്യയിൽ വന്ന് നിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ അധ്വാനിച്ച്, പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ട് ഇപ്രകാരം ഈ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു? ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം ഉണ്ടായ കുഞ്ഞ് കർത്താവ് നീ എടുത്തല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ആകെ ഭാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയ്യോബ് പറയുന്ന കാര്യമുണ്ടല്ലോ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെന്നെ ഒത്തിരി ടച്ച് ചെയ്തു. അപ്പൊ ഞാൻ കർത്താവെ, നീ തന്നു, നീ തന്നെ എടുത്തു, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് മലയാളത്തിലും അത് ഹിന്ദിയിലൊക്കെ. ഒരു പാട്ട് ഞാൻ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവ നാമം മഹത്വപ്പെട്ട എന്നൊരു ഗാനം ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പിന്നെയും ഞാനിങ്ങനെ എന്നെ ചിന്ത വിട്ടു മാറുന്നില്ല. എന്നെ ഓരോ ദിവസവും ഇങ്ങനെ ഈ ചിന്ത എന്നെ ഇങ്ങനെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എങ്ങനെ ഇങ്ങനെ സംഭവിച്ചെന്നുള്ള ഒരവസ്ഥ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇനി ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകണമെങ്കിൽ എൻ്റെ പോസിറ്റീവ് ബ്ലഡും മിനിയുടെ നെഗറ്റീവ് ബ്ലഡുമാണ്. അപ്പൊ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ
അന്ന് 24 മണിക്കൂറുള്ളൊരു ആന്റിഡി എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉണ്ട്. അത് എടുത്തെങ്കിൽ മാത്രമേ അടുത്ത ഒരു കുഞ്ഞ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ 2 കുഞ്ഞുങ്ങൾ മതി എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ഇഞ്ചക്ഷൻ എടുത്തില്ല. മിനിക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കാൻ ഞങ്ങൾ എടുപ്പിച്ചില്ല. അപ്പോൾ രണ്ടാമതുണ്ടായ ആ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഇനിയൊരു കുഞ്ഞ് ഉണ്ടാകുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ആകെ ഭയപ്പെട്ട ഒരു കാര്യമാണ്. ഇതെല്ലാം കൂടെ ആകെ ഭാരപ്പെട്ട് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടല്ലോ, ഇനിയൊരു കുഞ്ഞ് ഉണ്ടാകത്തില്ലല്ലോ, എന്റെ കുഞ്ഞിനെ നീ കർത്താവി നീ എന്തിനു എടുത്തേ ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു മലയാളി സഹോദരൻ ഒരു ഹിന്ദി പത്രികയാണ്, ഒരു മസീഹി പത്രിക എനിക്ക് വായിക്കാൻ കൊടുക്കുന്നു. അവിടെ അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇരിക്കുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ഒരു ഗിരിയാണ്. ഒരു പിതാവിന്റെ ഏക മകൻ ആക്സിഡന്റിൽ മരിച്ചുപോയി. ഒരു വിശ്വാസിയാണ്, ഒരു പെന്തോക്കോസ്തല സഭയിലെ ഒരു പിതാവിന്റെ ഏക മകൻ ആക്സിഡന്റിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പിതാവ് വേദനയോടെ പാസ്റ്റർ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, പാസ്റ്ററെ, എന്റെ മകൻ മരിച്ചപ്പോൾ കർത്താവ് എവിടെയായിരുന്നു? അപ്പോൾ ആ പാസ്റ്റർ പറയുന്ന ഒരു ഉത്തരവാണ് ആ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, മകനെ, നിന്റെ മകൻ മരിച്ചപ്പോൾ കർത്താവ് എവിടെയായിരുന്നു ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ പുത്രൻ കൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടപ്പോൾ, ആ മകൻ മരിച്ചപ്പോൾ പിതാവ് എവിടെയായിരുന്നുവോ അവിടെ തന്നെയായിരുന്നു നിന്റെ മകൻ മരിച്ചപ്പോൾ കർത്താവായ യേശു. ഈ ഒരു കാര്യം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം എനിക്ക് ലഭിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ നന്ദി. ഞാൻ പറയട്ടെ, എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ആ ചിന്താഭാരം ആ നിമിഷത്തിൽ മാറിപ്പോയി. അത് പറയുന്നത് എൻ്റെ കർത്താവിന് അറിയാത്തതല്ല, എൻ്റെ ഓരോ വേദനയും ആ പിതാവായ ദൈവം തന്റെ പുത്രനെ നഷ്ടപ്പെടുത്തിയ ആ വേദന അവനറിയാം. എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോഴും എൻ്റെ വേദനയ്ക്കാൾ ഉപരിയായി എൻ്റെ പിതാവിന് ആ വേദനയെ അറിയാവുന്ന പിതാവാണ്. അവനെ അറിയാതിരിക്കുന്നില്ല. അത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ആശ്വാസം. ഞാൻ പറയട്ടെ, അത് മുതൽ ഇന്ന് വരെ ആ ഒരു വേദന ഞങ്ങളെ അലട്ടിയിട്ടില്ല. അതിന് കർത്താവിന് ഞാൻ നന്ദി പറഞ്ഞു. എന്നെ ബലപ്പെടുത്തി. ഞാൻ പറഞ്ഞില്ല, ഇനി ഞങ്ങൾ വടക്കിന്റെ വിട്ട് ഞങ്ങളിത് പുറകോട്ടില്ല. എന്ത് പ്രതിസന്ധി കടന്നു വന്നാലും നിനക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കും, നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ വളരെ സമർപ്പണത്തോടു കൂടെ ഞങ്ങൾ കർത്താവിന് പിന്നെയും ഞങ്ങൾ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞ് ഞങ്ങള് ഈ ഡോക്ടറെ പോയി കണ്ടു. ഞങ്ങൾ ചോദിച്ചു, ഡോക്ടർ, ഇനി ഞങ്ങളൊരു കുഞ്ഞുണ്ടാകുമോ? ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. ഞങ്ങൾ ആ ഇഞ്ചക്ഷൻ എടുപ്പിച്ചില്ല. അപ്പൊ ഒരു മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഡോക്ടറാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു, പാസ്റ്ററെ, സയൻസ് പ്രകാരം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല. അഥവാ കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ആ കുഞ്ഞ് ഒരു ഹാൻഡികാപ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധി ആയിട്ടോ അല്ലെങ്കിൽ മരിച്ചു പോകുകയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ പലരെയും ഞങ്ങൾ ഇങ്ങനെ കൺസൾട്ട് ചെയ്തപ്പോഴൊക്കെ അവർ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ്, ഇനി അവൾ കുഞ്ഞിന് ലഭിക്കില്ലയോ? അങ്ങനെ ആള് ഭാരപ്പെട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഉപവാസം എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ യെരമ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ 1-ന്റെ 5-ാമത്തെ വാക്യം എന്നെ ടച്ച് ചെയ്തു. അത് ഇരിക്കുന്ന വാക്യമാണ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ പ്രവാചകനാക്കി അഭിഷേകം ചെയ്തിരിക്കുന്ന വാക്യം. അതെന്നെ ടച്ച് ചെയ്തു. ഞാനത് 2, 3, 5, 10, 15 വരെ കണ്ടിന്യൂസ് ആയി അത് മാറി 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 വായിച്ചു. ഈ രേമ എന്ന വചനം ലഭിച്ചവർ എനിക്കത് രേമ വചനമായി ഞാൻ അത് ഏറ്റെടുത്തു. ലോഗോസ് എന്ന വചനം വായിച്ചപ്പോൾ എനിക്ക് രേമ കിട്ടി. ഞാൻ ആ വചനം എടുത്ത് ശക്തമായി, കർത്താവെ, നീ എന്നോട് ശക്തമായി സംസാരിച്ചിരിക്കുന്നു, ഇതെനിക്ക് രേമ വചനമാണ് എന്ന് പറഞ്ഞാൽ മിനിയോട് പോയി പറഞ്ഞു, മിനി, ദൈവം നമുക്ക് ഒരു ആൺകുഞ്ഞിനെ കൂടെ തരാൻ പോവുകയാണ്. എനിക്ക് അന്ന് എത്ര വിശ്വാസം ഉണ്ടായിരുന്നു അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു ചെറിയൊരു ചിരി മിനി ചിരിച്ചു. ഏതായാലും ഞാൻ ശക്തമായിരുന്നു പ്രാർത്ഥിച്ചു. ഞാൻ മിനിയുടെ വയറ്റിൽ കൈവച്ചു പ്രാർത്ഥിച്ചു, കർത്താവെ, നീ അവൾക്ക് തീർച്ചയായും ഒരു ആൺകുഞ്ഞിനെ, കാരണം അവിടെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരു ആൺകുഞ്ഞിനെ ദൈവം നമുക്കിവിടെ തരാൻ പോകുന്നു. ഞാൻ ഏറ്റു പറയാൻ തുടങ്ങി, ശക്തമായി പ്രാർത്ഥിച്ചു.
പറയട്ടെ, മിനി വീണ്ടും കൺസ്യൂവായി. ദൈവം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മിനിയുടെ ഡെലിവറി നടന്നു. ആ ഡോക്ടർ ഏത് ഹോസ്പിറ്റലായിരുന്നു അവിടെ തന്നെ മിനിയെ കൊണ്ടുപോയി. ആ കുഞ്ഞുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ ആ ഡോക്ടർ തന്നെ മിനിയുടെ പ്രസവം നടത്തി. ആ ഡോക്ടർ പോലും വിശ്വാസമില്ലായിരുന്നു. അന്ന് എനിക്കൊന്ന് കുഞ്ഞിന് 2.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ആ കുഞ്ഞുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇറ്റ് ഈസ് അമേസിങ്. ഞാൻ പറഞ്ഞു യെസ്, അവർ ജീസസ് അമേസിങ് ഗാഡ്, മിറക്കിൾസ് ഗാഡ്. ഞങ്ങൾ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അത്ഭുതങ്ങൾ ദൈവമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ അത്ഭുതമായിട്ട് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടെ അങ്ങനെ ഞങ്ങൾക്കുണ്ടായ കുഞ്ഞാണ് ഗ്ലാഡ്സൺ. ഇന്ന് അവൻ BA മാനേജ്മെന്റിൽ ഭോപ്പാല് നല്ലൊരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയോളം ദൈവം അവനെ ബലപ്പെടുത്തി. അവനൊരു മന്ദബുദ്ധി ആയില്ല, അവനൊരു ഹാൻഡിക്യാപ്പഡ് ആയില്ല. സയൻസിനെ പോലും മറികടക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ വചനത്തോട് എനിക്ക് ലഭിച്ച ആ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ദൈവം തന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്താനമാണ് ഗ്ലാഡ്സൺ. അങ്ങനെ ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ മിറക്കിൾസ് ആണ്, ഞങ്ങളുടെ ജീവിതത്തിലെ മിറക്കിൾസ് ആണ്. ഇതൊന്നും മാനുഷികമായിട്ട് പറയാൻ പറ്റത്തില്ല. അത്ഭുതമായ ദൈവം ഞങ്ങളെ വഴി നടത്തിയ ഓരോ കാര്യങ്ങളാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങള് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക്, കണ്ടുവാന്ന ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങള് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 2012 അങ്ങോട്ട് മഹാരാഷ്ട്രയിൽ പോയി 4 വർഷം അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ അവിടെ 4 വർഷത്തോളം ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചു. അവിടെ 4 വർഷവും മഴ പെയ്തില്ല. അപ്പോ PJ അങ്കിൾ ഞങ്ങൾ പറഞ്ഞു, രാജു ബദരെ അങ്ങോട്ട് പോകണം, പോകാൻ പറ്റുമോ? അപ്പൊ ലീഡർമാർ പറഞ്ഞു ഞങ്ങൾ അനുസരിക്കാതിരിക്കത്തില്ല. ഞാൻ പ്രവചിക്കുന്ന 3 ദൈവദാസന്മാരുടെ ആലോചന ചോദിച്ചു. ആ 3 ദൈവദാസന്മാരും പറഞ്ഞു, ദേവദാസ അങ്ങോട്ട് പോകരുത്, അവിടെ മൊത്തം തീയാണ്, ഡ്രൈ ആണ്, അങ്ങോട്ട് പോകരുത്. ഏതായാലും അങ്കിള് പറഞ്ഞതുകൊണ്ട് അങ്കിളുടെ വാക്കിനെ മാനിച്ച് ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഒരു തീയുടെ അവസ്ഥ തന്നെയായിരുന്നു. 4 വർഷം മഴ പെയ്തില്ല, വെള്ളമില്ല. അത് തന്നെയല്ല, അവിടുത്തെ ഒരു സ്പിരിച്വൽ ഡ്രൈനെസ്സിനെ പറ്റി ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വളരെയേറെ ഞങ്ങളെ കൊല്ലാൻ വരെ, ഞങ്ങളെ കൊല്ലുമെന്ന് വരെ പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി. ഗുണ്ടകൾ വരെ വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചില്ല, ഞങ്ങൾ ഭീഷണിപ്പെടുത്തി. അങ്ങനെ വരെ ഞങ്ങളെ അവിടെ നിന്ന് കൂടിക്കാനെല്ലാം പിശാച് പ്ലാൻ ചെയ്തു. എന്നാൽ ആരുപോലും എനിക്ക് യോശുവ 1-ാം അധ്യായത്തിലെ 5-ാം ഭാഗത്തിൽ പറഞ്ഞ പോലെ ഒരുത്തരും നിന്റെ നേരെ നിവർന്നു നിൽക്കയില്ല, ഞാൻ മോശയുടെ കൂടെ ഇരുന്ന് നിന്നോട് കൂടി ഇരിക്കും എന്നുള്ള വാഗ്ദത്തം ഞാൻ ഇപ്പോഴും മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ പല പ്രാവശ്യം പല പോലീസ് സ്റ്റേഷനിൽ കയറിയൊക്കെ വന്നിട്ടുണ്ട്. അനേകരുടെ തെറി കേട്ടിട്ടുണ്ട്, അനേകരുടെ ഭീഷണികൾ കേട്ടിട്ടുണ്ട്, കൊല്ലുമെന്നും തകർക്കുമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരും നേരെ വന്ന് നിൽക്കാൻ ഇടയായിട്ടില്ല. അതും ഒരു രേമ വചനമായി ഞാൻ നേരിട്ടത്. ഇന്നും ദൈവം അപ്രകാരം അത്ഭുതമായി ദൈവം വഴി നടത്തുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ വടക്കേന്ത്യയിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ വഴിയൊരുക്കി. അതിനിടയിൽ PJ അങ്കിൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ നല്ലൊരു റിപ്പോർട്ട് എഴുതി കൊടുക്കുമായിരുന്നു. അപ്പൊ എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട് എന്ന് അങ്കിള് എന്നെ അറിഞ്ഞുകൊണ്ട് അങ്കിള് പറഞ്ഞു, രാജു വരെ നിന്റെ സാക്ഷ്യം എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ സാക്ഷ്യം എഴുതി അതൊരു ബുക്കാക്കി. അങ്കിള് തന്നെ അത് പ്രിന്റ് ചെയ്തു. എനിക്കൊന്ന് 1000 കോപ്പികൾ. ബോവസിന്റെ വയലിൽ എന്ന ഒരു ചെറിയ പുസ്തകമാണ് അത്. കേരളത്തിൽ അനേക ഇടങ്ങളിലും ഒക്കെ അത് വിതരണം ചെയ്യുവാനിടയായി. അനേകർ എന്റെ സാക്ഷ്യം വായിച്ചിട്ടുണ്ട്, അനേകർക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്കിൾ പിന്നെ പറഞ്ഞു ഇനിയൊരു പുസ്തകം എഴുതും. പിന്നെ രണ്ടാമത് ഞാൻ ഉജ്ജൈൻ ഇൻഡോർ അപ്പോസ്തല പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് അവർ ചില ഹിസ്റ്ററികളും സുശേഷ പ്രവർത്തനങ്ങളെയും അവിടുത്തെ അനുഭവങ്ങളെ പറ്റിയെല്ലാം വിശദമാക്കി എഴുതിയ മലയാളത്തിൽ 2ാമതൊരു ബുക്കും കൂടെ എഴുതി. അതും അങ്കിൾ തന്നെ അത് പബ്ലിഷ് ചെയ്ത് അത് 1000 കോപ്പികൾ എനിക്ക് ഇന്നും കേരളത്തിലെ പല ബുക്ക് സ്റ്റോളുകളിലും ആ ബുക്സ് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അങ്കിൾ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. 3ാമത് ഞാനൊരു ബുക്ക്, ഹിന്ദിയിൽ ഒരു ബുക്ക് എഴുതി. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇസ്രായേലിന്റെ ചരിത്രം ഒരു സ്റ്റഡി ബുക്ക് പോലെ ഞാനത് ഹിന്ദിയിൽ എഴുതി ഒക്കെ വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിന്റെ സാമ്പത്തികങ്ങളൊന്നും ക്രമീണമാകാത്തത് കൊണ്ട് അതിപ്പോഴും അങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ദൈവം അതിന്റെ വഴികളിൽ ഒരുക്കും, അന്ന് അത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അപ്രകാരം ദൈവം പല രീതിയിലെല്ലാം ദൈവം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 57 വയസ്സുണ്ട്. പകുതിയിലധികം നാളുകൾ വടക്കേ ഇന്ത്യയിൽ
കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. എൻ്റെ ഭാര്യ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന 6 വർഷത്തിന് ശേഷമാണ് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കുന്നത്. ഒരിക്കൽ പോലും എനിക്കൊരു സാരി വേണമെന്നും എനിക്ക് അത് വേണമെന്നും ഒരിക്കലും ക്ലെയിം പറഞ്ഞിട്ടില്ല. എന്നെ പ്രയാസപ്പെടി, ഞങ്ങൾ ഏത് പട്ടിണിയിലായാലും ഏത് അവസ്ഥയിലാണെങ്കിലും അതിന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് ഒപ്പം കർത്താവിന് വേണ്ടി അധ്വാനിക്കാനായിട്ട്, ഞാൻ പറഞ്ഞല്ലോ 32 പെൺകുട്ടികളെ കണ്ടു. ആർക്കും വടക്കേന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ദൈവം തന്നെ കൂട്ടിച്ചേർത്ത് ഇന്നയോളം വരെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി അധ്വാനിക്കുക അദ്ദേഹം ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവിന് നന്ദി പറയുകയാണ്. അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അരോമ ടിവിയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും വേദനകളും രോഗങ്ങളും എല്ലാം ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഇതെല്ലാം മരിക്കുന്നവരെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്. എന്നാൽ ഇതിനെല്ലാം നടുവിലും ജീവിക്കുന്ന ഒരു ദൈവം, നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്, നമ്മളെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ആ ദൈവം ഞങ്ങളെ ഇന്നുവരെ കൈവിട്ടിട്ടില്ല. ഇന്ന് ഞങ്ങൾക്ക് പട്ടിണിയില്ല. ഈ 30 വർഷത്തോളം ഞങ്ങൾ 31 വീടുകൾ മാറി. ഓരോ സ്ഥലത്തും ഞങ്ങൾ വീടുകൾ മാറി. ഇന്ന് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഞങ്ങൾക്ക് ഒരു പാർസനേജിലൊന്നും താമസിക്കാൻ ഇതൊരു അവസരം കിട്ടില്ല. സ്വന്തമായിട്ട് ഒരു വീട് വടക്കേന്ത്യയിലില്ല. നാട്ടിലൊരു ചെറിയ വീടുണ്ട്. എന്നാൽ ഈ ഭൗതിക പ്രകാരമുള്ള ഒന്നും ഇല്ലെങ്കിൽ പോലും കർത്താവിന് വേണ്ടി ഏത് അവസരമാണെങ്കിലും നീ ഞങ്ങളെ ബലപ്പെടുത്തും, ശക്തിയിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ കർത്താവ് ബലപ്പെടുത്തിയെങ്കിൽ ദൈവം നിങ്ങളെയും ബലപ്പെടുത്തും, ദൈവം നിങ്ങളെയും ശക്തീകരിക്കും എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ 2 വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് പര്യവസാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. അരോമ TV ഇപ്രകാരം ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതിനാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പാസ്റ്റർ ഡാനിയൽ ജോൺ എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ചതിനും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ഈ സാക്ഷ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പനേരം പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവ് ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതത്തോടും കർത്താവ് സംസാരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെയോ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ കർത്താവെ നീ അവരെ തൊടുമാറാകണമേ. അങ്ങാടിയന്റെ ജീവിതത്തിലൂടെ പല അത്ഭുതങ്ങൾ കർത്താവ് ചെയ്ത ദൈവമാണല്ലോ. അങ്ങ് എന്നും ജീവിക്കുന്ന ദൈവമാണ്. അങ്ങ് ജനത്തെ തൊടണമേ, അനുഗ്രഹിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ. ഏതെങ്കിലുമൊക്കെ അവസ്ഥയിലൂടെ വേദനപ്പെടുന്ന ദുഃഖിതരായിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് തൊടയണം, അവരെ ബലപ്പെടുത്തണം, അവരെ ശക്തീകരിക്കണം, അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അരോമ ടിവിക്കായും ചാനലിനായും പ്രാർത്ഥിക്കുന്ന എല്ലാ ഭാരവാഹികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവദാസൻ ഡാനിയൽ ജോൾ പാസ്റ്ററെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിലെല്ലാ മാധ്യമങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. സാക്ഷ്യം പറയുവാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ, സഹായിച്ചല്ലോ. പ്രാർത്ഥന കടനായ കർത്താവ് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കൂടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട്, അരോമ ടിവിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജു മാത്യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലെ സാക്ഷ്യവുമായിട്ട് നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ ദാസന് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഒരു നാമധേയ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ബാല്യകാലത്തിലെ ഓർമ്മകള് പറയുകയുണ്ടായി. പുകവലി തുടർമാനമായി ചെയ്തുകൊണ്ടിരുന്ന പ്രിയ പിതാവിന്റെ ബാക്കി വന്നതായ ബീഡി ഭാഗങ്ങള് വലിക്കുകയും പിന്നീട് പിതാവ് ആ ഒരു ശീലത്തിലേക്ക് മകനെ ഗൈഡ് ചെയ്യുകയും ചെയ്ത ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകൾ പ്രാരംഭത്തിൽ പറഞ്ഞു.
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മെ തെറ്റായ ഒരു ഗൈഡ് ലൈൻസിലേക്ക് നാം വഴിതിരിക്കപ്പെടുന്ന ഒരു പ്രാരംഭ ദിശയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടെ നിന്ന് 9-ാമത്തെ വയസ്സിലെ പുകവലി, 13-ാമത്തെ വയസ്സില് മദ്യപാനം, 16-ാമത്തെ വയസ്സില് ലഹരി, പിന്നീട് ഇങ്ങോട്ട് ജീവിതത്തില് ഓരോ ഏടുകളിലും പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്. സാധാരണ നമ്മൾ പറയാറുള്ളത് ഒന്നിൽ തെറ്റിയാൽ പിന്നെ അടുത്തതില്, അതിൽ തെറ്റി ഇങ്ങനെ വഴുതി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാതെ ഇരുന്ന ഒരു ബാല്യകാലമായിരുന്നു പ്രിയ രാജു മാത്യു പാസ്റ്ററുടെ ജീവിതം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പിതാവ് മാതാവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ്. അത് പിശാചിനാൽ ഒരുക്കപ്പെട്ടതാണ്. അത് വലിയൊരു തകർച്ചയുടെ കുഴിയിലേക്ക് നമ്മെ തള്ളിവിടുന്ന അനുഭവങ്ങളായിരുന്നു എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് ഈ നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ നമ്മെ ജന്മം തന്ന ദൈവത്തിന് നമ്മെ എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് അയച്ചതെന്നുള്ളത് അത് മാതാപിതാക്കന്മാർക്ക് അറിയത്തില്ല, സഹോദരങ്ങൾക്ക് അറിയത്തില്ല, വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയത്തില്ല. അത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട കാര്യമാണ്. എന്തായാലും തക്ക സമയമായപ്പോൾ ഒരു പുരോഹിതന്റെ മകൻ തന്നെയാണ് ദൈവവചനം ആദ്യമായിട്ട് പറയുവാൻ അവസരം തന്നത്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയില് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുവാൻ എന്ന് ഇടയായി തീർന്നോ അന്ന് മുതൽ ജീവിതത്തിലെ സമൂലമായ മാറ്റം സംഭവിച്ചു. ബീഡിവലിയും മദ്യപാനവും ലഹരിയുടെ ഉപഭോഗവും എല്ലാം ഒഴിവാക്കി ആ ദൈവത്തിന്റെ വചനം, ഉൾനട്ടതായ വചനം ജീവിതത്തിലെ വലിയ മാറ്റം വരുത്തുവാൻ, ആ പാപക്കറകളെ, ആ പൈശാചിക ശക്തികളെ, ആ ബന്ധനങ്ങളെ, പുകവലിയുടെയും മദ്യത്തിന്റെയും ലഹരിയുടെയും ആ ഒരു പൈശാചിക ശക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, വചനത്താൽ ഹൃദയത്തിൽ നിന്ന്, ചിന്താമണ്ഡലത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി കഴുകിക്കളയുവാൻ, തുടച്ചു കളയുവാൻ അവസരമുണ്ടായി. പിന്നത്തേതിൽ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ ക്രൂശിലെ രക്തത്താൽ കഴുകൾ പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. ക്രൂശിലെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ബയോളജിക്കലി ജന്മം തന്ന മാതാപിതാക്കന്മാരുടെ പേരിലല്ല, നമുക്ക് നിത്യജീവനെ തന്ന കർത്താവിന്റെ പേരിലാണ് പിന്നീട് നമ്മൾ ജീവിക്കുന്നത്. ആ ക്രൂശിലെ സ്നേഹത്താലുള്ള ജീവിതമാണ്. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്ന് കേൾക്കാൻ കഴിഞ്ഞു. പിന്നീട് ജനിച്ചു വളർന്ന നാട്ടിലോ ദേശത്തോ ഒന്നും നിന്നില്ല. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് അടുത്ത യാത്രയായിരുന്നു. പിന്നീട് ഒരിക്കൽ പോലും കഴിഞ്ഞ 30 വർഷമായി തുടർച്ചയായിട്ട് ദൈവാക്കിയ ഇടങ്ങളിൽ, അയച്ച ഇടങ്ങളിലൊക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ ബോവസിന്റെ വയലിൽ കൃപയാൽ രൂത്ത് എത്തിയപ്പെട്ടതുപോലെ എത്തിപ്പെടുവാൻ ദൈവം പ്രസാദം തോന്നി. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ആ രൂത്തിന് പറയാനുള്ളത് പോലെ കർത്താവിന്റെ ആ വയലിൽ എത്തിച്ചേർന്ന ആ നല്ല സാക്ഷ്യം, വളരെ അനുഗ്രഹിക്കപ്പെട്ട വിടുതലിന്റെ സാക്ഷ്യം, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ, ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തിയ അസാധാരണമായ അനുഭവങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവമക്കൾ എന്ന നിലയിലും കർത്താവിന്റെ ശുശ്രൂഷകന്മാരെന്ന നിലയിലും ചിലപ്പോഴൊക്കെ നമ്മൾ പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഒരുപക്ഷെങ്കിൽ അനുഭവിക്കേണ്ടി വരും. എന്നാൽ അതൊക്കെ താൽക്കാലികം മാത്രമാണ്. അതൊരു താൽക്കാലികം മാത്രമാണ്. കാരണം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ യേശു കർത്താവിനോട് ക്രൂശിന്റെ കഷ്ടത നമ്മൾ വഹിച്ചേ മതിയാവുകയുള്ളൂ. ആ ക്രൂശ് നമ്മൾ ചുമന്നേ മതിയാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ആ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കഷ്ടതകള്, നിന്ദകൾ, അപമാനങ്ങള്, ആ ബുദ്ധിമുട്ടുകള്, വേദനകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറേനക്കാരനായ ശീമോൻ ആ ക്രൂശ് ചുമന്നതുപോലെ ആ ക്രൂശിന്റെ ഒരു അഗ്രം പിടിക്കുവാൻ ഒരു അവസരം കിട്ടി, ഭാഗ്യം ലഭിച്ചു എന്ന് മാത്രം മനസ്സിലാക്കുക. ദൈവദാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ദൈവം നടത്തിയ അത്ഭുത വഴികൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആക്കിയിരിക്കുന്ന ഇടത്ത്, അയച്ച ഇടങ്ങളിലൊക്കെ ആമേൻ ഫലം പുറപ്പെടുവിക്കുവാൻ,
നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ, അനേക ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ചല്ലോ. പിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഇനിയും അനേക ആത്മാക്കളെ നേടുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ച് വിലയേറിയ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയിൽ കടന്നു വന്നതിന് കർത്തദാസനോട് കുടുംബത്തോടുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.